അടുത്തതായിട്ട് നമ്മൾ 11-ാമത്തെ അധ്യായത്തിൽ എന്തൊക്കെയാണ് ഇവരുടെ സംഭാഷണം, പ്രത്യേകിച്ച് ജഡഭരതൻ എന്തൊക്കെയാണ് രഘുഗണന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ പറഞ്ഞത് പല ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ. അതായത് ക്ഷാത്രധർമ്മം ചെയ്യണത് തെറ്റാണോ? ഒരു രാജാവ് ചെയ്യേണ്ട ധർമ്മങ്ങളല്ലേ ഞാൻ ചെയ്യണുള്ളൂ, അതെങ്ങനെയാ തെറ്റാവുന്നത് എന്നുള്ളൊരു ചോദ്യം. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് ഈ പറഞ്ഞ പായസത്തിലെ അരി വേവുന്നത് അരിക്ക് നേരിട്ട് ചൂട് കിട്ടിയിട്ടൊന്നുമല്ലല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന വർത്തിക്കുന്നതായിട്ടുള്ള ആത്മാവിന് നമ്മുടേതായ സ്വഭാവം വരില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെയായിരുന്നു. അതായത് ഈ ലൗകികമായിട്ടുള്ള ജീവിതം ഇങ്ങനെ മുമ്പാക്കം കൊണ്ടു നടക്കുമ്പോൾ അതിൻ്റെതായ ഒരു രീതിയിലല്ലേ മുമ്പാക്കം പോകാൻ പറ്റുള്ളൂ. ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമോ എന്ന ചോദ്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ്. നമ്മൾ പറയൂലോ, ഒരു അധ്യാപികയായിട്ട് അല്ലെങ്കിൽ ഒരു ഓഫീസറായിട്ട് ജോലി ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ധർമ്മങ്ങൾ ചെയ്യണ്ടേ? അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടില്ലെങ്കിലല്ലേ തെറ്റുവരുന്നത് എന്നുള്ള ചോദ്യം അതന്നെയാണ് രഘുഗണനും ചോദിക്കുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ പറയും, നിസ്സാരമായിട്ടുള്ളൊരു കാര്യവും കൊണ്ട് നല്ല വിവരമുള്ള ഒരാളുടെ അടുത്ത് പോയാൽ അവർ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു തിരിച്ചതിനെ അങ്ങനെ മോശമാക്കാന്നല്ല എങ്കിലും ചെറിയൊരു ധ്വനിപ്പിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. നമ്മൾ സാധാരണ ഭാഷയിൽ പലതും പറയും. രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയിലേക്കാണോ മണലടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചില സാധാരണ തമാശ ചോദ്യങ്ങൾ ചോദിക്കില്ലേ, അതുപോലത്തെ ചോദ്യമായിപ്പോയി രഘുഗണൻ ഭരതയോഗീശ്വരനോട് ചോദിച്ചത്. അങ്ങനെയാണ് 11-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. അതാണ് നിങ്ങൾ പുസ്തകത്തിൽ അതാവും, പത്രികയിൽ അതാണ് കൊടുത്തിരിക്കുന്നത്. അകോവിദ കോവിദവാദവാദാൻ വദസ്യഥോ നാദിവിദാം വരിഷ്ഠ നസൂരയോ ഹി വ്യവഹാരമേനം തത്വാവമർശേന സഹാമനന്ദി. ഇതാണ് ആദ്യത്തെ ശ്ലോകം. 11-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ശ്ലോകമാണ്. നീ നല്ല ചോദ്യമൊക്കെ ചോദിക്കണ്ടല്ലോ. നമ്മൾ കുട്ടികളുടെ അടുത്ത് വന്നവരോന്ന് പറയുമ്പോൾ പറയില്ല, മിടുക്കനാണല്ലോ എന്നൊക്കെ പറയണത് പോലെ. പക്ഷേ വളരെ ബാഹ്യമായിട്ടുള്ളൊരു അറിവ് മാത്രമേ രഘുഗണനുള്ളൂ. എന്നാലും അതിനെ ഒന്ന് അംഗീകരിക്കണത് പോലെ. അതാണ് ആ കോവിദ. നിനക്ക് വലിയ പഠിപ്പൊന്നുമില്ല, എന്നാലും അറിവുള്ളവനെ പോലെ നീ സംഭാഷണം ചെയ്യുന്നു. എവിടുന്നെങ്കിലുമൊക്കെ കേട്ട് പഠിച്ച് മനുഷ്യരായാൽ ഇതൊക്കെ ചെയ്യും. മുഴുവൻ പഠിച്ചിട്ടൊന്നും ആവില്ല, മുഴുവൻ അറിഞ്ഞിട്ടൊന്നും ആവില്ല. എന്നാലും ആ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ വർത്തമാനം പറയും, ചോദ്യം ചോദിക്കും. പക്ഷെ അത് ആഴത്തിലുള്ള ചോദ്യങ്ങളാവില്ല. ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും തിരിച്ചറിവില്ലാതെ പലപ്പോഴും നമ്മളങ്ങനെ ലൗകികമായിട്ട് ഇടപാടുകളൊക്കെ നടത്താറുണ്ട്. അതുപോലത്തെ ഒരു ചോദ്യമായി. അതാണ്, നിനക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല എങ്കിലും നീ എന്ത് ചെയ്യുന്നു? കോവിദ, വലിയ പഠിപ്പൊന്നുമില്ല എങ്കിലും കോവിദവാദവാദാൻ വദസി, നീ എന്താ ചെയ്യുന്നത് രഘുഗണ? പണ്ഡിതന്മാര് പറയുന്ന പോലെ ചില കാര്യങ്ങള് എന്നോട് ചോദിക്കുക ചെയ്തത്. ചെറിയ കുട്ടികൾ അങ്ങനെയല്ലേ, നമ്മുടെ വീടുകളിലൊക്കെ കുഞ്ഞു കുട്ടികളുണ്ടാവും. അവരെന്താ ചെയ്യുക? വലിയൊരു പറയണത് കേട്ട് അതേപോലെ അതേ സ്ലാങ്ങില് അതേ ടോണില് അടുത്ത ആളോട് പോയി പറയും. നല്ലതാണെങ്കിൽ മിടുക്കനാണല്ലോ, നന്നായിണ്ടല്ലോ എന്നല്ല. ചീത്തയാണെങ്കിലോ അവരുടെ നിന്ന് കിട്ടാനുള്ളത് മേടിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ അമ്മയും പറയും, വേണ്ട പ്രസംഗം വേണ്ട, മിണ്ടാണ്ടിരിക്കുക അവിടെ എന്ന് പറഞ്ഞിട്ട് അമ്മമാർ നമ്മളെ ശാസിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ ശാസിക്കുന്നുണ്ട്, കൊച്ചുമക്കളെയൊക്കെ ശാസിക്കും. അപ്പോൾ അങ്ങനെ അതാണ് എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ കേട്ട് പഠിച്ചിട്ടുണ്ട്. രഘുഗണൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആത്മാവിനെ പറ്റിയിട്ടൊക്കെ അറിയണം, അതെങ്ങനെയാണ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ട് ചോദ്യം ചോദിച്ചതാണിത്. ഈ പറഞ്ഞ 3-4 ചോദ്യങ്ങൾ. ഇതൊക്കെ ചോദിക്കാൻ വേണ്ടി പോവാനിരുന്നതാണ് കപില വസുദേവരുടെ അടുത്തേക്ക്, കപിലമുനിയുടെ അടുത്തേക്ക് പോകണമെന്നാണ് വിചാരിച്ചത്. അതൊന്നും വേണ്ട, അത്രയ്ക്കൊന്നും വേണ്ട. അവിടെ പോയില്ലെങ്കിലും ഇവിടെ ചോദിച്ചാലും കാര്യങ്ങളൊക്കെ കിട്ടും. മറ്റൊരു കപിലമുനി തന്നെയാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആരാണ് വേഷം മാറിയിട്ട് ഇവിടെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്? ഗൂഢമായിട്ട് ഇവിടെ നടക്കുകയാണോ? ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നത് കാണാം. മഹാവിഷ്ണുവിൻ്റെ തന്നെ, കപിലമുനി മഹാവിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ.
അതേപോലെ തന്നെ മറ്റാരെങ്കിലും, ഇനി കപിലമുനി തന്നെ ഇവിടെ രൂപം മാറി വന്നതാണോ, അതോ ഭഗവാന്റെ മറ്റേതെങ്കിലും അവതാരം ഗൂഢമായിട്ട് മനുഷ്യരുടെ ഇടയിൽ കൂടെ നടക്കണതാണോ, അങ്ങ് ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഈ രഘുഗണൻ ഭരതയോഗീശ്വരനോട് കഴിഞ്ഞ അധ്യായത്തില്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ചോദിക്കണം എന്ന് ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വളരെ ഘനപ്പെട്ട ഒരു ചോദ്യം ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ചോദിച്ചു നോക്കിയതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ. അതൊക്കെ പണ്ഡിതന്മാര് സ്വയം പണ്ഡിതനാണെന്ന് കരുതിയിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ അറിവിന്റെ ഭാണ്ഡാകാരമായിട്ടുള്ള ഈ ഭരതയോഗീശ്വരനോട് ഇങ്ങനെ നിസ്സാരപ്പെട്ട 2 ചോദ്യം ചോദിച്ചപ്പോൾ ആളാവാൻ നോക്കിയതാണോ എന്നുള്ള പോലെ ഭാഗവതം സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ നമുക്ക് തോന്നുക. അതിന് ചുട്ട മറുപടി ഒരു 3-4 രഘുഗണനോട് ഭരതയോഗീശ്വരൻ പറയാണ്. അങ്ങനെ ആ ചോദ്യങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞാൻ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ നീ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതാണ് ന സൂരയോഹി വ്യവഹാരമേനം തത്വാവമർശേന സഹ ആമനന്തി. ഇത് തിരിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാരും ഇത് ചോദിക്കില്ലായിരുന്നു. അപ്പൊ നിനക്ക് വേണ്ടത്ര തിരിച്ചറിവുകളൊന്നും ആയിട്ടില്ല, പക്ഷെ ഞാനത് നിനക്ക് പറഞ്ഞു തരും ചെയ്യും. ഇതുവരെ മിണ്ടാതിരുന്ന ഒരാള് ഇത്ര ഭംഗിയായിട്ട് സംഭാഷണം ചെയ്യുമെന്നും, എന്താ പറയണത്, വെറുതെ വായിൽ തോന്നിയ വാക്കുകളൊന്നല്ല പറയണത്, ഏറ്റവും താത്വികമായിട്ടുള്ള ഈ ഭൗതികമായിട്ടുള്ള ഈ ഒരു ജീവിതത്തിൽ നിന്നും എത്രയോ മേലെയാണ്. അവിടേക്കാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഒരു പർവ്വതത്തിനോളം ആഗ്രഹിച്ചാലേ ഒരു കുന്നിക്കുരുവിനോളമെങ്കിലും കിട്ടുള്ളൂ എന്നൊക്കെ നമ്മൾ പറയണത് പോലെ അവിടേക്കാണ് എത്തേണ്ടത്. ഇവിടെ കിടന്നിങ്ങനെ ഉഴറുകയല്ല. നമ്മൾ കഥകളിലൊക്കെ പറയാറുണ്ട്, വളയം വെച്ചും ചാടും, അത് കഴിഞ്ഞാൽ വളയമില്ലാതെയും ചാടുമെന്ന്. ആ വളയമില്ലാത്ത ചാട്ടങ്ങളാണ്. അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. ഈ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, പക്ഷെ അതിലങ്ങട് ഒതുങ്ങിയിട്ട് നമ്മൾ അപ്പുറത്തേക്ക് കടക്കാണ്ടാവുകയാണ്. അതെന്തിനാണ്? നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും ശരീരത്തിനും ബുദ്ധിക്കുമൊക്കെ പക്വത ഉണ്ടാക്കാനും. മനസ്സിനെ നിയന്ത്രിക്കുന്നത് വഴി ശരീരത്തിനെ നിയന്ത്രിക്കുക, അതുപോലെ ബുദ്ധിക്ക് പക്വത ഉണ്ടാക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന് പോലും മറന്ന് അതിലങ്ങോട്ട് മുങ്ങിയിട്ട് അതിൽ നിന്നൊരു ലേശം അങ്ങോട്ടും മാറിയാൽ വലിയ അപരാധമാണെന്നുള്ള നിലയ്ക്ക് അങ്ങനെ ജീവിക്കുന്നവരുണ്ട് ഇവിടെ. അതിനപ്പുറത്തേക്ക് പോകണം. അതെന്ന് പറയുന്നത് ഈ പറഞ്ഞ ആചാരങ്ങള്, വ്രതങ്ങള്, നോൽമ്പുകള്, നിഷ്ഠകൾ എന്നൊക്കെ പറയണത് നന്നാവാൻ വേണ്ടിയിട്ടാണ്. അവസാനം നമ്മൾ അത് നോറ്റ് അതിൽ കിടന്നിട്ട് മറിഞ്ഞ് ചീത്തയാവാനുള്ളൊരു ടെൻഡൻസിയാണ് മനുഷ്യർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതരുത്. അതിൽ നിന്നൊക്കെ നമ്മൾ പുറത്തേക്ക് കടക്കണം. അങ്ങനെയാണ് ഈ കാക്കശ്ശേരി ഭട്ടതിരി എന്ന് പറയുന്ന ഒരു ഉത്തമനായിട്ടുള്ളൊരു പണ്ഡിതനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം കാലം ചെല്ലുന്തോറും അദ്ദേഹം വളരെ പണ്ഡിതനായിരുന്നു. വലിയ വലിയ ഉദ്ദണ്ഡ ശാസ്ത്രി പോലെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളവരെയൊക്കെ വാദങ്ങളിൽ തോൽപ്പിച്ചിട്ടുള്ള ആളാണ്. കോഴിക്കോട് സാമൂതിരിപ്പാടിന്റെ കൂടെ അവിടെയായിരുന്നു ആ തളി ക്ഷേത്രത്തിൽ വെച്ചിട്ട് അവിടെ വെച്ചൊരു ഭട്ടസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമൊക്കെ ഉണ്ട്. അവിടെ വെച്ച മത്സരത്തിൽ ഇദ്ദേഹം ഏറ്റവും വലിയ പണ്ഡിതനായിട്ടുള്ള ഉദ്ദണ്ഡ ശാസ്ത്രികളെ തോൽപ്പിച്ചിട്ട് ഈ കാക്കശ്ശേരി ഭട്ടതിരി, ദാമോദര ഭട്ടതിരി എന്നോ മറ്റോ ആണോ പേര്, അദ്ദേഹം ജയിച്ചു. അങ്ങനെ പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇതിലൊന്നും താല്പര്യമില്ലാണ്ടേ അദ്ദേഹം ലൗകികമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും വളരെയധികം വിരക്തനായി തീർന്നു. അപ്പോൾ സന്ധ്യാവന്ദനം ചെയ്യാണ്ടായി. അപ്പോൾ ഉപനയനം സമാവർത്തനമൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇതൊക്കെ ചെയ്യണം, സന്ധ്യയെ ഉപാസിക്കണം. അങ്ങനെയൊക്കെ ചെയ്താലേ ജീവിതാന്ത്യത്തിൽ മോക്ഷം കിട്ടുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കുറേയധികം നമ്പൂതിരിമാര് ചെന്നിട്ട് ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു. എന്താ സന്ധ്യാവന്ദനം ചെയ്യാത്തത്, എന്താണ് ശ്രാദ്ധമൂട്ടാത്തത്, പിതൃക്കളെ പറ്റി എന്താ ചിന്തിക്കാത്തത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു അത്രേ, എൻ്റെ മനസ്സിൽ എപ്പോഴും ഈ ചിദാദിത്യൻ ഇങ്ങനെ നിരന്തരം ശോഭിച്ചു കൊണ്ടിരിക്കുകയാണ്. സദാഭാതി നിരന്തരം. ആര്? ഹൃദാകാശേ ചിദാദിത്യ. ഹൃദയം എന്ന് പറഞ്ഞ ആകാശത്തില് ചിത്താകുന്ന, അറിവാകുന്ന ഭഗവാൻ, നമ്മൾ പല പേരിലും പറയും. ആ ആത്മതത്വം സദാഭാതി നിരന്തരം, എപ്പോഴും ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ എന്തില്ല? ഉദയ അസ്തമയോ നസ്ത, വെളിച്ചാവലും ഇല്ല, വൈകുന്നേരം ആവലും ഇല്ല. എപ്പോഴാ സന്ധ്യാവന്ദനം ചെയ്യാം? ഒന്നുക വെളുപ്പാൻ കാലത്ത് അല്ലേ, രാവിലെ ഉഷസന്ധ്യക്ക് രാവിലെ സന്ധ്യാവന്ദനം ചെയ്യാം. അത് കഴിഞ്ഞാല്
വൈകുന്നേരം സന്ധ്യാവന്ദനം ഉച്ചയ്ക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വൈകുന്നേരം കൂട്ടി അങ്ങോട്ട് ചെയ്യാം, അങ്ങനെയാവാം. പക്ഷെ ഉദയവും വേണം അസ്തമയവും വേണം, എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സന്ധ്യാവന്ദനം ചെയ്യാൻ പറ്റുള്ളൂ. അതിന് അസ്തമിച്ചിട്ട് വേണ്ടേ, അല്ലെങ്കിൽ ഉദിച്ചിട്ട് വേണ്ടേ? എപ്പോഴും ശോഭിക്കുകയാണ്. ഉദയവുമില്ല അസ്തമയവുമില്ല. അതാണ് ഉദയാസ്തമയൗനസ്ത കഥം സന്ധ്യാമുപാസ്മഹേ. പിന്നെ എങ്ങനെയാണ് ഞാൻ സന്ധ്യയെ ഉപാസിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് സന്ധ്യാസമയത്ത് ഞാൻ സന്ധ്യാവന്ദനം ചെയ്യുന്നത്? സന്ധ്യ ഉണ്ടെങ്കിലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ആ കാക്കശ്ശേരി ഭട്ടന്റെ ഉള്ളിലുള്ളതായ ചിന്തയുണ്ടല്ലോ, എപ്പോഴും മനസ്സില് ജ്ഞാനതത്വം, ആ പരമാത്മതത്വം ഇങ്ങനെ ശോഭിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ആചാരാനുഷ്ഠാനങ്ങൾക്കൊന്നും വലിയ പങ്കൊന്നുമില്ല. ഞാൻ ആരാണ്? ഞാൻ രാജാവാണ്, നീ ആരാണ്? നീ ഭൃത്യനാണ് എന്നുള്ള തോന്നലുകൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. അതാണ് ഇവിടെ പറഞ്ഞു വരണത്. അപ്പൊ നിനക്ക് വേണ്ടത്ര അറിവായിട്ടില്ല. അറിവുണ്ടായിരുന്നുവെങ്കിൽ നീ ഇതൊന്നും ചോദിക്കുകയുമില്ലായിരുന്നു. എന്നിട്ട് രണ്ടാമത്തെ ശ്ലോകത്തില് തഥൈവ രാജന്നുരുഗാർഹമേധവിതാന വിദ്യോരു വിജൃംഭിതേഷു ന വേദവാദേഷു ഹി തത്വവാദ പ്രായേണ ശുദ്ധോ नु ചകാസ്തി സാധു. നമ്മൾ ഏറ്റവും വലിയ അറിവിന്റെ നിധി എന്ന് പറയുന്നത് വേദങ്ങളെയാണ്. വേദങ്ങൾ എന്ന് പറയുന്നത് ഏത് കാലത്ത്? ഏതാണ്ട് ഒരു 5000 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 5000-നും 10,000-നും വർഷങ്ങൾക്കിടയ്ക്ക് സൃഷ്ടിക്കപ്പെട്ടതാണ്, രചിക്കപ്പെട്ടതാണ് വേദങ്ങൾ എന്നാണ് നമ്മൾ കണക്കാക്കി വെക്കുന്നത്. അത് പിന്നെ 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 പലരും കാലത്തിന്റെ ഗണന അനുസരിച്ച് 2000 വരെ 3000 വരെ BC കേട്ടോ, ആ കാലഘട്ടത്തിൽ എഴുതിയതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും എത്രയോ കാലം മുമ്പ് എഴുതി വച്ചതായിട്ടുള്ള വിജ്ഞാനത്തിന്റെ നിധികളാണ് വേദങ്ങൾ. അപ്പോ ആ വേദങ്ങളിൽ പോലും യഥാർത്ഥ ആത്മതത്വത്തെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതാണ് തഥൈവ രാജൻ, ഹേ മഹാരാജാവേ, ഉരുഗാർഹമേധവിധാന വിദ്യോരു വിജൃംഭിതേഷു വേദവാദേഷു. ലോകത്തിലെ അല്ലെങ്കിൽ പാരലൗകികമായിട്ടുള്ള പല പല കാര്യങ്ങളെ പറ്റിയിട്ടും വളരെ വിസ്തരിച്ച് പറഞ്ഞു വച്ചിട്ടുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് വേദങ്ങളെയാണ്. ആ വേദങ്ങളിൽ പോലും ഈ പറഞ്ഞ ഒന്നും, ഈ ആത്മതത്വത്തെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാത് മനസ്സിലാക്കുക? നമ്മുടെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത് വേദങ്ങളല്ലേ. ആ വേദങ്ങളിൽ പോലും ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എവിടുന്ന് അത് മനസ്സിലാക്കുക? അനുഭവിച്ചിട്ട് വേണം മനസ്സിലാക്കാൻ. അതാണ് അനുഭവത്തിന്റെ തലം. സത്തും ചിത്തും ആനന്ദവും എന്ന് പറയുന്ന സച്ചിദാനന്ദ അനന്ത അദ്വയം ബ്രഹ്മ എന്ന് പറയും വേദാന്തത്തില്. അതായത് ഇത് പുറത്തൊന്നും നോക്കിയാൽ കിട്ടില്ല. ആനന്ദം എന്ന് പറയുന്നത്, ചിത്ത എന്ന് പറയുന്നത് അറിവും, ആനന്ദം എന്ന് പറയുന്നത് അറിവും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സുഖവുമാണ്. അതൊക്കെ എവിടെ ഉണ്ടാവുള്ളൂ? അതൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ ബുദ്ധിയിൽ, ഉള്ളിലേ കിട്ടുള്ളൂ. അതിനാണ് പുറമേ നിന്ന് അകത്തേക്ക് വരണം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഴുവനും വ്യാപരിക്കുന്നത് പുറത്തേക്കാണ്. അറിവുകൾ കൊണ്ടുവരുന്നത് മുഴുവനും പുറത്തു നിന്നാണ്. അങ്ങനെ വരുമ്പോൾ ഈ കണ്ണിന്റെ പിന്നാലെയും ചെവിയുടെ പിന്നാലെയും ത്വക്കിന്റെ പിന്നാലെയും ഇന്ദ്രിയങ്ങളുടെ, അതുപോലെ കയ്യ് കാല് നാവ്, ഇതിൻ്റെയൊക്കെ പിന്നാലെ നടക്കാനാ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ഈ ശരിയായിട്ടുള്ള ആത്മതത്വത്തെ നമുക്ക് തിരിച്ചറിയാനും പറ്റില്ല. അതെവിടെയും പറഞ്ഞു വച്ചിട്ടില്ല. എവിടെയും പറഞ്ഞു വയ്ക്കാതെ, ഒരു പുസ്തകവും വായിക്കാതെ ഞാനാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. എത്രയോ ആചാര്യന്മാര്. അവരെയൊക്കെ നമ്മൾ പരമഹംസ പദം കൊണ്ടാണ് പറയാ. ഹംസപദത്തിന് എന്താ അർത്ഥം? ഹംസങ്ങൾ എന്ന് പറഞ്ഞാൽ അരയന്നങ്ങളാണ്. അരയന്നങ്ങളുടെ സ്വഭാവം എന്താ? അത് വെളുത്തിട്ടാണ് വർണ്ണ നടക്കും, ഇതൊക്കെ നമുക്കറിയാം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇത് കവികൾ പറയണതായിരിക്കും എന്നാണ് തോന്നുന്നത്. ഒരു പാത്രത്തിൽ പാലും വെള്ളവും കൂട്ടി വെച്ചാൽ പാലിനെ മാത്രം തിരിച്ചറിഞ്ഞ് അത് കുടിക്കാനുള്ള ശക്തിയുള്ളവരാണത്രേ ഹംസങ്ങൾ. ആ ഹംസത്തിന്റെ സ്വഭാവമുള്ള ആചാര്യന്മാരെയാണ് പരമഹംസന്മാര് എന്ന് പറയാ. ഭാഗവതത്തിന്റെ താഴെ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേക്കണത്? പരമഹംസ്യാം സംഹിതായാം എന്നാ പറയണത്. അപ്പോൾ വ്യാസമഹർഷി അല്ലെങ്കിൽ ശുഖബ്രഹ്മർഷി എന്നൊക്കെ പറയുന്നവർക്കൊക്കെ ഈ തത്വങ്ങൾ എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ വ്യാസമഹർഷി തലയിൽ കൈവച്ച് കരയാണ്.
ഊർധ്വബാഹുർവിരൗമ്യേഷ എന്നാണ് തുടങ്ങുന്നത്. തലയിൽ കൈ വെച്ച് ഞാൻ കരയാണ്. ഊർധ്വബാഹു, കൈ പൊക്കിയിട്ട്. ഇതൊന്നും നല്ലതിനല്ല, യുദ്ധമൊന്നും നല്ലതിനല്ല. സമാധാനമായിട്ട് ജീവിക്കുന്നതാണ്, എല്ലാം തിരിച്ചറിഞ്ഞ ഈശ്വരന്റെ പാതയിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് എത്ര പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത് എന്ന് പറഞ്ഞ് കൈ തലയിൽ വെച്ച് കരയുന്ന വ്യാസഭഗവാനെ നമുക്ക് കാണാം മഹാഭാരതത്തിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇതെല്ലാം ഈ ബാഹ്യപ്രപഞ്ചം എന്ന് പറയുന്നത് ആ വാക്ക് തന്നെ പ്രകർഷേണ പഞ്ച ആണ്. ഈ 5 തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതായ പൃഥിവ്യം തേജോ വായു ആകാശങ്ങള്, പഞ്ചഭൂതങ്ങള്. ആ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് ഭൗതികം എന്ന് പറഞ്ഞ നമ്മുടെ ശരീരം. അതാണ് ഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അതിൽ വെള്ളത്തിന്റെ അംശമുണ്ട്, വായുവിന്റെ അംശമുണ്ട്, ഭൂമിയുടെ അംശമുണ്ട്, അല്ലേ, അഗ്നിയുടെ അംശമുണ്ട്. ഇങ്ങനെ എല്ലാത്തിൻ്റെയും അംശം ചേർന്നതായിട്ടുള്ളതാണ് നമ്മുടെ ശരീരം. അതുകൊണ്ടാണ് മരിക്കുക എന്നുള്ളതിന് പഞ്ചത്വം ഗതഃ എന്ന് സംസ്കൃതത്തിൽ പറയും. ഈ 5ഉം ചേർന്നിരിക്കുന്നത് 5ലേക്ക് അങ്ങോട്ട് പോയി. തീയ് തീയിൻ്റെ ഭാഗത്തേക്ക് പോയി, വെള്ളം വെള്ളത്തിന്റെ ഭാഗത്തേക്ക് പോയി, വായു നമ്മൾ ആകെ മനസ്സിലാക്കുന്നത് വായു കാറ്റ് അങ്ങോട്ട് പോയി എന്ന് നമ്മൾ പറയും മരിച്ചു പോയാൽ, അല്ലേ, ആ ഉള്ള കാറ്റ് പോയി എന്നൊക്കെ നമ്മൾ വളരെ തമാശയായിട്ട് പറയാറുണ്ട്. നമ്മളെ നിലനിർത്തുന്നത് ജീവന് ആധാരമായിട്ട് നിൽക്കുന്ന പഞ്ചപ്രാണങ്ങൾ, അതും 5 തന്നെയാണ്. അത് ഓരോന്നോരോന്നായിട്ട് പോയി അവസാനം ഹൃദയത്തിലിരിക്കുന്ന പ്രാണനും കൂടി അങ്ങോട്ട് പോയാൽ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മരണം എന്ന് പറയുന്നത് കേവലം ഈ പ്രാണവായുക്കൾ ശരീരത്തിൽ നിന്ന് പോയി എന്ന് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. അതൊന്നുമല്ല, ഓരോ ഘട്ടം ഘട്ടമായിട്ട് അത് ഓരോന്നിലേക്ക് ലയിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ശരീരത്തിനെ ഭൗതിക ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഭൗതിക ശരീരം പോയാലും നമ്മുടെ ബാക്കി എന്തൊക്കെ ഇവിടെ ഉണ്ടെന്നല്ലേ അർത്ഥം. ഭൗതിക ശരീരത്തിൻ്റെ ഉള്ളിൽ വേറെ ചില സാധനങ്ങളുണ്ടല്ലോ, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവുന്നതും ചിരിക്കാൻ പറ്റുന്നതും വർത്തമാനം പറയാൻ പറ്റുന്നതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് കൊണ്ട് ഒരാൾ നമ്മളെ പ്രേരിപ്പിക്കുമ്പോഴാണ്. ആ ചൈതന്യത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഈ മരണവും ജനനവും ഒന്നും വലിയ കാര്യമല്ലാതെയാവും. അപ്പോൾ മനസ്സിലാവും പായസത്തിൽ എന്തിനെയാണ് നമ്മൾ ചൂടാക്കിയത്, പാത്രത്തിനെയാണോ അരിയെയാണോ പാലിനെയാണോ എന്നുള്ളതൊക്കെ. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു രഘുഗണ. അതാണ് വേദങ്ങളിൽ പോലും അത് പറഞ്ഞു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കണ്ടുപിടിക്കണം. ആ വാശി നമുക്കുണ്ടാവണം. അങ്ങനെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പരമഹംസന്മാര് എന്ന് പറയുന്നത്. അവരാണ് ഏറ്റവും വലിയ ആചാര്യന്മാര്. ഈ ഭൗതിക പക്ഷെ അവര് ലൗകികന്മാരായിട്ട് നമ്മുടെ കൂട്ടത്തിലൊക്കെ കാണും. അതൊന്നും ഇല്ല എന്ന് പറയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ജീവൻ മുക്തനാണെന്ന് പറഞ്ഞിട്ട് എല്ലാം ഉപേക്ഷിച്ച് പോവാറൊന്നും ആയിട്ടില്ല. പക്ഷെ അതോടൊപ്പം തന്നെ ഒന്നിനോടും സംസർഗമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതാണ് നമുക്കുണ്ടാവേണ്ടത്. അപ്പൊ നമുക്ക് ദുരഭിമാനങ്ങളൊക്കെ ഇല്ലാതെയാവും. ദുരഭിമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നാളാണ്, ഞാൻ രാജാവാണ്, നീ ഭൃത്യനാണ്, അല്ലേ. അപ്പോൾ രാജാവിന് എന്തും ഭൃത്യനോട് പറയാം, നീ ഞാൻ പറയണതൊക്കെ കേൾക്കേണ്ട ആളാണ്. ചില ദൗർഭാഗ്യം കൊണ്ട് രാജാവിനെ പിടിച്ച് തുറുങ്കിലടച്ചിട്ട് അവിടെ നടക്കുന്ന ഒരു ഭൃത്യൻ രാജാവാകും. അപ്പൊ ആരായി രാജാവ്, ആരായി ഭൃത്യൻ? ആരെ തുറുങ്കിലടച്ചു? രാജാവ് തുറുങ്കിലടച്ചു, അയാൾ അടിമയായി. അവിടെ ഒന്നുമല്ലാതെ നടന്നിരുന്ന ആളെ പിടിച്ച് രാജാവാക്കിയാൽ അയാൾ മറുപക്ഷം ചേർന്ന് ശത്രു രാജാവിൻ്റെ കൂടെ കൂടിയിട്ട് ഈ രാജാവിനെ തോൽപ്പിച്ചാൽ പിന്നെ ആ ആളായി വലിയ ആള്, ഇയാള് തുറുങ്കിലടച്ചു, അടിമയായി. ഇതൊന്നും സ്ഥിരമല്ല, ഇതൊക്കെ ചഞ്ചലങ്ങളാണ്. ഇതിനെയൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവനാണ് ലൗകികൻ. അവനാണ് ഈ എല്ലാ ബന്ധങ്ങളിലും പെട്ട്, നല്ല ബന്ധങ്ങളിലും ചീത്ത ബന്ധങ്ങളിലൊക്കെ പെട്ട് ഉഴറി നടക്കുന്ന ലൗകികൻ. അതിനപ്പുറത്തേക്ക് പോകണം എന്നല്ലേ നീ വിചാരിക്കുന്നത് എന്നാണെങ്കിൽ നീ ഉള്ളിലേക്ക് നോക്കൂ, നീ മനനം ചെയ്യൂ. പുറത്തെവിടെയും എഴുതി വച്ചിട്ടില്ല, വേദവാദങ്ങളിലൊന്നും ഇത് കാണാനില്ല. ഒരു ഗാർഹമേധവിധാന വിദ്യോരു വിജൃംഭിതേഷു. ഗാർഹമേധം എന്ന് പറഞ്ഞാൽ ഗാർഹികമായിട്ടുള്ള കാര്യങ്ങൾ, ജീവിതത്തിൽ ഒരു ഗൃഹസ്ഥനായിട്ട് ജീവിക്കുമ്പോൾ എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യരുത് എന്നൊക്കെ കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുന്ന വേദങ്ങൾ, ആ വേദങ്ങൾ എടുത്തു നോക്കിയാൽ പോലും ഈ പറഞ്ഞ വാദങ്ങൾ നിനക്ക് കാണാൻ പറ്റില്ല. നിനക്ക് ബ്രഹ്മതത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല രഘുഗണ. അതുകൊണ്ട് അവിടെ ഒന്നും പോയി നോക്കിയിട്ട് കാര്യമില്ല. ഇത് തിരിച്ചറിഞ്ഞവരുമായിട്ടുള്ള സംസർഗം, അവരോടുള്ള സംവാദങ്ങൾ, അതിൽ നിന്ന് മാത്രമല്ല ഉള്ളിലേക്കുള്ള യാത്ര, അതാണ്
ഏറ്റവും വലിയ. അതാണ് അമൃതാനന്ദമയി ദേവിയെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ, വലിയ വലിയ എന്താണ് രാമകൃഷ്ണ പരമഹംസരെ പറ്റിയൊക്കെ പറയുമ്പോൾ, അവർക്കൊക്കെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസം. അത് ചിലപ്പോൾ നമുക്ക് വളരെ കുറച്ചേ കാണാൻ പറ്റുള്ളൂ, അധികം പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവരുടെ യാത്ര മുഴുവനും ഉള്ളിലായിരുന്നു. ഒരാളെ പൊക്കി മറ്റാളെ മോശമാക്കി പറയല്ല കേട്ടോ, അത് അങ്ങനെ പറയാനല്ല. ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ സ്വാമിജിമാർക്കൊക്കെ അത് സാധിക്കുന്നുണ്ടാവാം. ഇത്രയും അപ്പോൾ ഭുവാനന്ദ മഹായോഗി അദ്ദേഹവും ഇതൊക്കെ ഇവിടെ കൊണ്ട് നടക്കുന്നില്ലേ? പക്ഷെ അദ്ദേഹം ഒന്നിലും ഒരു സംസർഗവും ഇല്ലാതെ മാറി നിൽക്കാനും സാധിക്കുന്ന ആളാണ്. അതാണ് വേണ്ടത്. ഈ എന്ത് നിറമാണോ താൽക്കാലികമായിട്ടിപ്പോൾ ഒരു നമ്മളൊരു വെളുത്ത പ്രതലത്തിൽ അവിടെ എന്ത് നിറവും അടിക്കാം, അല്ലെങ്കിൽ ഒരു ചില്ലില് അതിൽ എന്ത് നിറവും, വെളുത്ത നല്ല പ്രിസം ചില്ല്, അതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല. അവിടേക്ക് ചുവന്ന ലൈറ്റാണ് അടിച്ചതെന്ന് വെച്ചാൽ ആ പ്രിസത്തിൽ ചുവന്ന നിറം കാണും. പച്ചയാണ് അടിച്ചതെങ്കിൽ അവിടെ പച്ച നിറം കാണും. പക്ഷെ അത് ഓഫാക്കിയാലോ അവിടെ ഒരു നിറവുമില്ല. അത് അങ്ങനെ ശുദ്ധീകരിക്കണം മനസ്സിനെ എന്നാണ് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ അവിടെ അഹംബോധങ്ങൾ, അഹംബോധമല്ല അഹങ്കാരങ്ങൾ രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അഹങ്കാരം എന്ന് പറയുമ്പോൾ ലൗകികമായിട്ടുള്ള ഭാഷയിൽ അഹങ്കാരം എന്ന് പറയുന്നത് ഞാൻ എന്ന ഭാവത്തിനെയാണ്. മറ്റത് അഹംബോധം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉണ്ട് എന്നുള്ള ബോധമാണ്. അത് കേവലം എന്നിലൊന്നും ഒതുങ്ങുന്നില്ല. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഈ ഒരു ഞാനാണ്, ഞാൻ എന്ന് കാണുന്നത്. അങ്ങനെ പറയില്ലേ? അതിനായിട്ട് തന്നെ തയ്യാറാക്കണേ എന്ന് എഴുത്തച്ഛൻ്റെ ഏതിലാണ് വരുന്നുണ്ട്. അതിന് നാരായണായ നമ എന്ന് പറയണ വരി ഞാൻ പെട്ടെന്ന് ഓർക്കണില്ല. അങ്ങനെ ഈ കേവലം ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഞാൻ എന്നല്ലാതെ ഈ എല്ലാവരും കൂടി ചേർന്നൊരു ഞാനായി തീരണേ, അങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടാക്കണേ എന്നിൽ എന്ന് പറയുന്ന ആ ഒരു ചിന്ത, അതാണ് അതിനെയാണ് അഹംബോധം, ഞാനിവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു അവസ്ഥയെയാണ് പറയുന്നത്. അഹങ്കാരം എന്ന് പറയുന്നത് സാഖ്യദർശനത്തിലൊക്കെ അഹങ്കാരത്തിനെ പറ്റി പറയുന്നുണ്ട്, അത് വേറെയാണ്. അപ്പോൾ ഈ രാജാവ് എന്നുള്ള രീതിയിലുള്ള അഹങ്കാരങ്ങൾ ഇല്ലാതെ വരണമെങ്കിൽ അത് ഉള്ളിലേക്കുള്ള, മനസ്സിലേക്കുള്ള, ആത്മതത്വത്തിലേക്കുള്ള യാത്ര കൊണ്ടേ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. എന്നിട്ട് പറയാണ് തസ്യ തത്വഗ്രഹണായ സാക്ഷാത് വരീയസീരപി വാച സമാസൻ സ്വപ്നേ നിരുക്ത്യാ ഗൃഹമേധി സൗഖ്യം നയസ്യ ഹേയാനുമിതം സ്വയം സ്യാദ്. യസ്യ യാതൊരുവന് ഗൃഹമേധി സൗഖ്യം. ഗൃഹമേധികൾ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചവര്. ഗൃഹമേധി സൗഖ്യം സ്വപ്നേ നിരുക്ത്യ. അത് ശരിക്കും എങ്ങനെയാണ്? ആത്മാവിനെ അതൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ ഗൃഹസ്ഥാശ്രമം ഒക്കെ സ്വീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതുപോലെയാണ്? സ്വപ്നത്തിൽ ഭാസിക്കുന്നത് പോലെ. സ്വപ്നത്തിൽ കാണുമ്പോൾ നമ്മൾ അതിനനുസരിച്ചൊക്കെ പ്രവർത്തിക്കും അല്ലേ? സ്വപ്നത്തിൽ നമ്മൾ കാണാറുണ്ട്, എന്തൊക്കെ കാണാറുണ്ട്? പലതും കാണാറുണ്ട്. നമുക്ക് നടക്കാത്ത പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ച് കിടന്നുറങ്ങും, രാത്രി സ്വപ്നത്തിലൊക്കെ നടന്നു കാണും. അതുപോലെ ഞാൻ ധാരാളമായിട്ട് ഇപ്പം അത്ര കാണാറില്ല, ആന ഓടിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്. ആന ഓടിക്കുന്നു, നമ്മൾ ഓടുന്നില്ല, അങ്ങനെയല്ലേ കാണുക? ഓടാനൊന്നും പറ്റണില്ല, ഓരോ കാലെടുത്ത് വയ്ക്കുമ്പോഴും നീങ്ങുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ കാണും. അങ്ങനെ അപ്പോൾ സ്വപ്നത്തിൽ നമുക്ക് നേർക്ക് എന്തെങ്കിലും ഉണ്ടാവുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രതികരിക്കുന്നുണ്ട്, ഉള്ളിൽ എവിടെയോ പ്രതികരിക്കുന്നുണ്ട്. അതുപോലെയാണ് ഗൃഹമേധികളുടെ അവസ്ഥ. അതാണ് സ്വപ്നത്തിലെ ദൃഷ്ടാന്തങ്ങൾ പോലെയാണ്, സ്വപ്നത്തിൽ ഓരോന്ന് സംഭവിക്കുന്നത് പോലെയാണ്. പക്ഷെ അതുകൊണ്ട് എന്താണ്? അതിനെ ഉപേക്ഷിക്കേണ്ടതാണ്. സ്വപ്നം കഴിഞ്ഞ് എണീക്കുമ്പോൾ നമുക്ക് പേടിയുണ്ടോ? നമ്മൾ സ്വപ്നത്തിൽ കണ്ടു ഒരു പേടിയാവണ ഒരു സത്വം നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നു, ഉണർന്നു, സമാധാനമായി, ഒന്നുമില്ല, വെറുതെ തോന്നിയതാണ്. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന എന്തോ കണ്ടിട്ട്, അല്ലെങ്കിൽ ആ ഒരു നിഴല് കണ്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടാവുക. അതൊരു സത്വമായിട്ട് നമ്മളെ ആക്രമിക്കുന്നു എന്ന് നമ്മൾ സ്വപ്നം കാണും. സ്വപ്നത്തിന്റെ ശേഷം ഉണർന്നു നോക്കുമ്പോൾ ഭാഗ്യമായി, സ്വപ്നമായിരുന്നല്ലോ, ഒന്നും പേടിക്കേണ്ടതായിട്ടില്ല എന്ന് തിരിച്ചറിയുന്നു. അപ്പൊ സ്വപ്നത്തിലുള്ളത് നമ്മൾ എന്ത് ചെയ്തു? ഹേയം, അത് ഉപേക്ഷിച്ചു. അതുപോലെ ലൗകികമായിട്ട് ഇപ്പൊ നമ്മൾ കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായി എന്നൊക്കെ പറയണത് അത് വലിയൊരു, അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണെങ്കിലും അതിനെയൊക്കെ ത്യജിക്കാൻ പറ്റണം. ത്യജിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സന്യാസം എന്ന് പറയുന്നതിനോളം ബുദ്ധിമുട്ടുള്ള കാര്യം വേറെ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നമുക്ക് തന്നെ
പിണ്ടം വെച്ചിട്ട് വേണം പോവാൻ. നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക്, അച്ഛനായാലും അമ്മയ്ക്കായാലും ഒന്നും ചിലപ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് തന്നെ പിണ്ടം വയ്ക്കുക എത്ര കഷ്ടമുള്ള കാര്യമാണ് എന്ന് ആലോചിക്കുക. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ഇങ്ങനെ സന്യാസിനിമാരൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അത്രേ ഇവിടെയും ധാരാളം പേരുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവരുടെയൊക്കെ മുമ്പിൽ സാഷ്ടാംഗം ഞാൻ നമസ്കരിക്കുകയാണ്. എന്നെ ഞാനല്ലാണ്ടേക്കല്ലേ, അതായത് ഈ ഉള്ളിലുള്ള ചൈതന്യവും ഈ ശരീരവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് ആ ഒരു ശ്രാദ്ധമൂട്ടി പിണ്ടമൊക്കെ വെച്ച് പോകുന്നതിലൂടെ തെളിയിക്കുന്നത്. അത് വളരെ കഠിനമായിട്ടുള്ള പ്രവൃത്തികളാണ്. പക്ഷെ അത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്, അതാണൊരു അവധൂതൻ, അതല്ലെങ്കിൽ ഈ പറഞ്ഞതായിട്ടുള്ള തത്വത്തിനെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ മാർഗം. അതിനെയൊക്കെ ത്യജിക്കാൻ പറ്റണം. നസ്യാദ്. അപ്പോ അവന് അങ്ങനെ ആര് ത്യജിക്കുന്നില്ലയോ, ത്യജിക്കേണ്ടതാണ്. ആരാണോ ത്യജിക്കാത്തത് അദ്ദേഹത്തിന് യഥാർത്ഥ തത്വത്തെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതാണ് നമ്മൾ ഈ പറയുന്ന വാക്കുകൾക്കൊക്കെ അയാൾക്ക് കിട്ടുന്ന അർത്ഥം. ഇങ്ങനെ ലൗകികമായിട്ട് ജീവിച്ച് ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകി നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നീ ഈ കാണുന്നതൊക്കെ ഇതൊക്കെ ഒരു പ്രാതിഭാസികമാണ്, യഥാർത്ഥമല്ല, ഒരു തോന്നലാണ്, നേരത്തെ പറഞ്ഞ പോലെ സ്വപ്നത്തിൽ കണ്ടതുപോലെയുള്ളതാണ് എന്ന് പറഞ്ഞ് അതിനെ ത്യജിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ ഈ വാക്കുകളൊക്കെ നിഷ്ഫലങ്ങളായിത്തീരുന്നു. ഇത് പോരാ. ഇങ്ങനെയൊന്നും ജീവിക്കുന്നത് കൊണ്ട് ഒരു തത്വങ്ങളെ പറ്റിയിട്ടും ആത്മതത്വത്തെ പറ്റിയിട്ടൊന്നും അങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ വിഷയസുഖങ്ങള് എത്ര കാലം ആഗ്രഹിക്കുന്നുവോ അത്രയും കാലം ഈ പറഞ്ഞ ഞാൻ നീ എന്നുള്ള ഭാവങ്ങള്, ആചാര്യൻ ശിഷ്യൻ എന്നുള്ള ഭാവങ്ങള്, രാജാവ് അടിമ, സേവകൻ ഭൃത്യൻ എന്നുള്ള ഭാവങ്ങളൊന്നും പോവില്ല. അത് പോവണമെങ്കിൽ ഈ സംഘങ്ങൾ ഇല്ലാതെയാക്കണം. അതിനെ മുറിച്ചു കളയാൻ തന്നെയുള്ള പ്രാപ്തി ഉണ്ടാക്കുക തന്നെ വേണം. അപ്പോൾ വിഷയസുഖം ലൗകികമായിട്ടുള്ളതൊക്കെ യഥാർത്ഥത്തിൽ തുച്ഛമാണ്. ആ ആനന്ദം എന്താണെന്നറിഞ്ഞാൽ ഇത് തുച്ഛമാണ്. നമുക്കറിയില്ല ആ ആനന്ദം. നമ്മൾ വിചാരിക്കണത് ധനം ദേദാസ്യാമി, നിനക്ക് ഞാൻ കുറച്ച് കാശ് തരാം, ഹായ് വളരെ സന്തോഷമായി, ഇങ്ങനെയല്ലേ. പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വേണ്ടാതൊന്നോ ഇല്ല, അത് മോശമൊന്നുമല്ല. നമ്മൾ ജോലി എടുക്കുന്നതിൽ പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് സന്തോഷിക്കുന്നത് ഒരു തെറ്റൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ പരമാർത്ഥ തത്വത്തെ അന്വേഷിച്ചു പോകുന്ന ആൾക്കത് ആവശ്യമില്ലാത്ത കാര്യമാണ്. അത് ആവശ്യമില്ലാത്തവര് ലൗകികരായിട്ട് തന്നെ ജീവിച്ചോളൂ. പക്ഷെ പിന്നെയും 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 ജന്മങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. ഈ കർമ്മകാണ്ഡത്തിൽ നിരതനായിട്ടുള്ളവർക്ക് ജ്ഞാനകാണ്ഡം, ജ്ഞാനത്തിലേക്കുള്ള ദൃഷ്ടി പതുക്കെയേ ഉണരും. അതിനു വേണ്ടിയിട്ടാണ് ഈ സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം ഉണ്ടാവണം. അവര് പറയുമ്പോഴാണ് ഓ ഇങ്ങനെയൊക്കെയുള്ളൊരു വഴിയുണ്ടല്ലേ, ഇങ്ങനെയൊക്കെയുള്ള നല്ല മാർഗങ്ങളുണ്ടല്ലേ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതില് പല ശങ്കരാചാര്യരുടെ നല്ല രസകരമായിട്ടുള്ള നിർവാണ ഷട്കത്തിലെ ചില വരികളുണ്ട്. ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ശിവോഹം, ചിദാനന്ദരൂപനായിട്ടുള്ള ശിവനാണ് ഞാൻ എന്ന് പറയുന്ന 2 വരി. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്ര ജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് പറയുമ്പോൾ അതൊന്ന് മനസ്സിലാക്കാം. ശങ്കരാചാര്യർക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിർവാണ ഷട്കം എന്ന് പറഞ്ഞ 6 ശ്ലോകങ്ങള്. അതിലിതാ പറയുന്നത്, ഞാൻ ഭൂമിയല്ല, ഞാൻ തേജസ്സല്ല, ഞാൻ വായുവല്ല, ഇതൊന്നുമല്ല. പിന്നെന്താണ്? ചിദാനന്ദരൂപിയാണ്. ചിത്ത് ആദ്യം പറഞ്ഞു അറിവാണ്. അറിവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം അതന്നെയാണ് ഈ ഭഗവാന്റെ അടുത്തെത്തുമ്പോൾ നമുക്ക് അതന്നെ ഉണ്ടാവുന്നത്. അതാണ് സാന്ദ്രാനന്ദ അവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത്
ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം എന്ന് പറയുന്നത്. തത് തത് ബ്രഹ്മതത്വം, അതാണ് തത്താവദ്ഭാതി, അത് അവിടെ ശോഭിക്കുന്നുണ്ട്. എങ്ങനെയുള്ളതാണ്? സാന്ദ്ര ആനന്ദ അവബോധം, ആനന്ദവും അവബോധവും അതന്നെയാണ് സച്ചിദാനന്ദം, സച്ചിദാനന്ദ അനന്ത അദ്വയം എന്ന് പറയുന്ന അവസ്ഥ. അതിനെ മേൽപ്പത്തൂര് പുറമേ കാണുകയാണ്, അതാണ് ഭഗവത് സ്വരൂപമായിട്ട് അവിടെ കാണുകയാണ്. ബ്രഹ്മതത്വം ആദ്യം തന്നെ ഗുരുവായൂരപ്പ എന്നൊന്നും അല്ല പറയണത്, ബ്രഹ്മതത്വം അവിടെ ഗുരുവായൂരിൽ പ്രകാശിക്കുന്നു, ശോഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ഹന്ത ഭാഗ്യം ജനാനാം. ആരായാലും ഭാഗ്യം അനുഭവിക്കുന്നവര് നമ്മളൊക്കെ തന്നെ. ജനാനാം ഭാഗ്യം, ഞാൻ മാത്രമൊന്നുമല്ല, ഇവിടെ ആരൊക്കെയുണ്ടോ, ഇത് ആരൊക്കെ തിരിച്ചറിയുന്നുണ്ടോ അവരൊക്കെ തന്നെ ഭാഗ്യവാന്മാരാണ് എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ചറിഞ്ഞവർ അതിനെപ്പറ്റി പറയുന്നുണ്ട്, തിരിച്ചറിയാത്തവര് ലൗകികമായിട്ടുള്ള നിസ്സാരമായിട്ടുള്ള ആനന്ദങ്ങളുടെ പുറകെ പോകുന്നുമുണ്ട്. അപ്പോൾ പുരുഷനുമല്ല സ്ത്രീയുമല്ല എന്നുള്ളത് കൊണ്ടാണ് അതിനെ ബ്രഹ്മതത്വം, തത് ബ്രഹ്മതത്വം എന്ന് പറഞ്ഞത്. നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോഴേക്കും ഒരു പുല്ലിംഗത്തിലേക്ക്, ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് മാറ്റിക്കൊണ്ടു പോകുന്നുണ്ടെങ്കിലും ഈ ദ്വന്ദ്വങ്ങളിൽ നിന്നെല്ലാം ഭിന്നനായിട്ടുള്ള ചൈതന്യമാണത് എന്ന് തന്നെയാണ് ഭട്ടേരി ആദ്യം തന്നെ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയാ, ഇങ്ങനെയൊക്കെ ആയാലാണ് കൃഷ്ണകഥകളിലൊക്കെ കൃഷ്ണ എന്നുള്ള പുല്ലിംഗ രൂപത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, പുരുഷനാണ് എന്നുള്ള രീതിയിൽ ഇതുവരെ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞതെന്നുള്ള രീതിയിൽ അങ്ങനെ കഥകൾ പറയണമെന്നേ ഉള്ളൂ. അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ആത്യന്തികമായിട്ടുള്ള തത്വം എന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ ദ്വന്ദ്വങ്ങളിലൊന്നും അഭിരമിക്കുന്നതല്ല, പെടുന്നതല്ല. നമ്മളും ഈ ദ്വന്ദ്വങ്ങളിൽ നിന്ന് മുക്തരാവണം. ദ്വന്ദ്വത്തിലാണ് നമ്മുടെ ജീവിതം. സുഖം ദുഃഖം, ചൂട് തണുപ്പ്, അല്ലേ? അതുപോലെ ആണ് പെണ്ണ്, ഇതൊക്കെ ദ്വന്ദ്വങ്ങളാണ്. ഈ ദ്വന്ദ്വങ്ങളിൽ നിന്നും നമ്മൾ മാറണം. അതുകൊണ്ട് അപ്പോൾ നമുക്കറിയില്ല വ്യക്തം ആയിട്ടുള്ളത് അവ്യക്തമായിട്ടുള്ളത്, ഇതിലൊന്നും കാണാനില്ലല്ലോ, അല്ലെങ്കിൽ ഇതിലൊക്കെ കാണാനുണ്ടല്ലോ. ഇത് രണ്ടും അല്ലാത്തൊരവസ്ഥ, രാത്രി പകല്, ഇത് രണ്ടും അല്ലാത്തൊരവസ്ഥയെ പറ്റി നമുക്ക് ഓർക്കാൻ പോലും സാധിക്കില്ല. നമ്മൾ ജനിച്ചതിന് ശേഷം അങ്ങനെ ഒരു നേരം കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്? പുറമേ നിന്ന് മനസ്സിലാവില്ല. പുറമേ നിന്ന് നമുക്ക് ഇതൊക്കെയേ പഠിപ്പിച്ചു തരുന്നുള്ളൂ. അതൊക്കെ തോന്നലുകളാണ്, ഇതൊക്കെ വെറുതെ തോന്നുകയാണ്. ഈ തോന്നലുകളെയാണ് പ്രാതിഭാസികം എന്ന് പറയുന്നത്. അത് പാരമാർത്ഥികമായിട്ടില്ല. പാരമാർത്ഥിക സത്തയിലേക്ക് എത്തണമെങ്കിൽ ഇതിനെ പതുക്കെ പതുക്കെ ത്യജിക്കാൻ പറ്റണം. ഈ ദ്വന്ദ്വങ്ങളെയും ഈ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെയും ഒക്കെ ത്യജിക്കാൻ സാധിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയാനന്ദം തുച്ഛമാണെന്ന് തിരിച്ചറിയുന്നവർക്കേ ആ ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് പറയാണ്, യാവൻ മനോരജസാ പൂരുഷസ്യ സത്വേന വാ തമസാ വാനുരുദ്ധം ചേതോഭിരാഗൂതിഭിരാതനോതി നിരങ്കുശം കുശലം ചേതരം വാ. പുരുഷസ്യ മനഃ, പുരുഷന്റെ മനസ്സ് എന്നത് രജസ സത്വേന തമസ യാവത് അനുരുദ്ധം. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ദ്വന്ദ്വങ്ങളുടെ കാര്യം പോലെ തന്നെയാണ്. മനസ്സ് ഒന്നുകെ സത്വഗുണത്തിൻ്റെ കൂടെയാവും, അല്ലെങ്കിൽ രജോ ഗുണത്തിൻ്റെ കൂടെയാകും, അതും അല്ലെങ്കിൽ തമോ ഗുണത്തിൻ്റെ കൂടെയാവും. ഈ 3 ഗുണങ്ങളെ നമുക്കറിയുള്ളൂ. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഇതൊക്കെ നല്ലതാണ്, ഇതെല്ലാം വളരെ നല്ലതാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ജ്ഞാനം ഉണ്ടാവില്ല. ഇത് കുറച്ചൊക്കെ നല്ലതാണ് എന്നാൽ കുറച്ച് ചീത്തയാണ് എന്ന് പറഞ്ഞത് കൊണ്ടും രജോ ഗുണത്തിൻ്റെ പുറകെ പോയാലും നമുക്ക് ഈ വിജ്ഞാനം ഉണ്ടാവില്ല. തമോ ഗുണത്തിൻ്റെ പുറകെ പോയാൽ ഒട്ടും ഉണ്ടാവില്ല. തമോ ഗുണം ആദ്യം പറഞ്ഞതുപോലെ അജ്ഞാനത്തിൻ്റെ അന്ധതയാണ്, ഉറക്കമാണ്. സത്വഗുണത്തിൻ്റെ പിന്നാലെ പോയാലും ഒരു ഉറക്കത്തിൻ്റെ ഭാവമൊക്കെ തോന്നും. അതെന്തുകൊണ്ടാ? എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളതായ നിസ്സംഗതയാണ്. മറ്റതൊന്നും തിരിച്ചറിയാത്തതായിട്ടുള്ള നിസ്സംഗതയാണ്. മടി, ആലസ്യം, അതൊക്കെ തമോ ഗുണത്തിൻ്റെ സ്വഭാവങ്ങളാണ്. പക്ഷെ ഈ 3ന്റെ പിന്നാലെ പോയാലും ഇത് തിരിച്ചറിയില്ല. ഈ 3 ഗുണങ്ങളെ മാത്രമേ നമുക്ക് ലൗകികമായിട്ട് കാണാൻ പറ്റുള്ളൂ. അത് മനുഷ്യന് ഒന്നല്ലെങ്കിൽ ഒന്നിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ മിശ്രീഭാവമായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് തമസാവ യാവത് അനുരുദ്ധം. ഏത് കാലം വരെ അനുരുദ്ധം അതിൻ്റെ പിന്നാലെ പോകുന്നുവോ അത്
വഴിമുടക്കിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ പിന്നാലെ പോയാൽ അത് നമ്മളെ ശരിയായ മാർഗത്തിൽ നിന്ന് വഴി മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചേതോഭിഹി, ചേതസ്സോട് കൂടിയിട്ട്, ചേതസ് എന്ന് പറഞ്ഞാൽ മനസ്സാണ്. മനസ്സെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളും, അതോടുകൂടിയിട്ടും ആകൂതിഭി, ആകൂതി, സമാനീവാകൂതി മന്ത്രം കേട്ടിട്ടില്ലേ? ഋഗ്വേദത്തിലെ മന്ത്രം സമാനീവാകൂതി. എല്ലാ നമ്മുടെ കർമ്മങ്ങളും ഒരുപോലെയാവട്ടെ എന്ന് പറയുന്ന മന്ത്രമാണിത്. അപ്പൊ ആകൂതികൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിയകളാണ്, പ്രവൃത്തികളാണ്, അതായത് കർമ്മേന്ദ്രിയങ്ങൾ. അപ്പൊ മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളും അതുപോലെ തന്നെ കയ്യകാല തുടങ്ങിയിട്ടുള്ള കർമ്മേന്ദ്രിയങ്ങളാലും ആകൂതിഭി കുശലം ഇതരം വാ നിരങ്കുശം ആതനോതി. ഈ ഇതിന് പിന്നാലെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് സുഖമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ സത്യത്തിൽ സുഖവുമല്ല ദുഃഖവുമല്ല, അതിനും അപ്പുറത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള ചിന്തകളുടെയും ഇങ്ങനെയുള്ള പ്രവൃത്തികളുടെയും ഒക്കെ പിന്നാലെ പോയാൽ നമുക്ക് എന്തേ കിട്ടുകയുള്ളൂ? ഈ ലോകത്തിൽ തന്നെ കിടന്ന് നന്നാവാനുള്ള മാർഗങ്ങൾ മാത്രമേ കിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കില്ല. അതാണ് ആദ്യം പറഞ്ഞത്. ഈ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഈ ചക്രം ചവിട്ടൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, പഞ്ചേന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങൾ അതിനെ നിയന്ത്രിക്കണം, ഒപ്പം തന്നെ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ മനസ്സൊരു ദിക്കിൽ നിന്നടങ്ങും. അപ്പോൾ നല്ല വാസന വരുന്നുണ്ട്, നല്ല ഇപ്പോൾ ഉച്ചനേരമൊക്കെ ആയി തുടങ്ങി എല്ലാവർക്കും കുറേശ്ശൊക്കെ വിശപ്പ് വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ഉണരും. എവിടെയാണ് നല്ല പാചകങ്ങൾ നടക്കുന്നത്, എവിടെയാണ് നല്ല ഭക്ഷണം കിട്ടാനുള്ളത് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ബോർഡ് കാണുന്നു, ഇവിടെ നല്ല ഹോട്ടലാണ്, നല്ല ഭക്ഷണമുണ്ട്. അതല്ല, നമ്മൾ ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സദ്യയൊക്കെ ആയി തുടങ്ങി, നല്ല വാസന വരുന്നുണ്ട്, നമ്മളാരും പോയി കണ്ടില്ല, പക്ഷെ സദ്യയുടെ വാസന വന്നു, മൂക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ ഊണ് കഴിക്കാൻ പോവാം. കാലിനോട് പറയാണ് എവിടെയാ ഭക്ഷണം കിട്ടുന്നത്, അവിടേക്ക് പോവാം. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾ അറിവിനെ പുറത്തു നിന്ന് അകത്തേക്ക് കൊണ്ടുവരുന്നു, മനസ്സതിൽ നല്ല തീരുമാനമെടുക്കുന്നു, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. ഇതൊരു യന്ത്രം പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്നാണോ നിർത്തുന്നത് അന്നേ യഥാർത്ഥ ജ്ഞാനമുണ്ടാവുള്ളൂ. അതില്ലാത്തിടത്തോളം നമ്മൾ ഇതിൻ്റെ പിന്നാലെ മനസ്സൊക്കെ നന്നായി, ഞാൻ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ മനസ്സ് നന്നാക്കി എന്ന് പറഞ്ഞാലും അവിടെയാണ് ഏറ്റവും അത്ഭുതം തോന്നിയത്. ആ സത്വഗുണം നല്ലോണം ഉണ്ടെന്ന് പറഞ്ഞാലും മോക്ഷത്തിലേക്കുള്ള മാർഗം, വിജ്ഞാനത്തിലേക്കുള്ള അല്ലെങ്കിൽ ഈ ചൈതന്യത്തെ തിരിച്ചറിയാനുള്ളൊരു മാർഗം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനു വേണ്ടി തന്നെ പ്രയത്നിക്കണം. IAS കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി തന്നെ പ്രയത്നിക്കണം, അല്ലാതെ വേറെ ഏതെങ്കിലും പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല. ഞാൻ നന്നായി പഠിച്ചു, ഞാൻ പരീക്ഷ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് ആരും IAS നമുക്ക് തരില്ലല്ലോ. ആ വഴിയിൽ പോയിട്ട് അതിനു വേണ്ടി തന്നെ പരിശ്രമിക്കണം. അതുപോലെയാണ്. അതുപോലെ എനിക്ക് ഇവിടെ നിന്നും മുക്തനാവണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നൽ വന്നിട്ട് വേണം പ്രയത്നിക്കാൻ. അങ്ങനെ പ്രയത്നിച്ചാലേ അതിനുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടുള്ളൂ. അതാണിവിടെ രഘുഗണനോട് ഭരതയോഗീശ്വരൻ പറഞ്ഞത്. ഇനി എന്നിട്ട് പറയാണ്, സവാസനാത്മാ വിഷയോപരക്തോ ഗുണപ്രവാഹോ വികൃത ഷോഡശാത്മാ ബിഭ്രത് പൃഥങ് നാമഭിരൂപഭേദമന്തർബഹിഷ്ട്വം ന പുരൈസ്തനോതി. എന്താണ് വാസനാത്മാ വിഷയോപരക്ത? നമ്മുടെ ഒരു സ്വഭാവം വാസനാത്മാവാണ്. വാസന എന്ന് പറഞ്ഞാൽ എന്താ? ലൗകികമായിട്ട് നമ്മളിപ്പോൾ പറയുന്ന വാസനയല്ല. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ കുറേ ക്ലാസ്സുകൾ കേട്ടത് കൊണ്ട് അറിയുണ്ടാവും. വാസന എന്ന് പറഞ്ഞാൽ കേവലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വാസനയല്ല. എന്താ വാസന? പൂർവജന്മാർജിതമായിട്ടുള്ള നമ്മൾ ചെയ്യുന്നതായ കർമ്മങ്ങൾ കൊണ്ട് സഞ്ചിതമായിട്ട് നമുക്കുണ്ടാകുന്നതായ ഒരു ടെൻഡൻസി, അതിനെയാണ് വാസന എന്ന് പറയുന്നത്. എന്താണോ ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ ജന്മവും അടുത്ത ജന്മവും ഒക്കെ തുടരാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഭരതൻ എന്ന് പറയുന്ന ആള് മാനായിട്ടും ആ വാസന നിലനിർത്തി. ജഡഭരതനായപ്പോൾ അതിൻ്റെ ഒരു വലിയ രൂപം മൂർധന്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. ഈ ഇതാണ് വാസന.
നൈയായികന്മാരൊക്കെ പറയും പായയൊക്കെ നമ്മൾ ചുരുട്ടി മുക്കിലെടുത്ത് വെക്കും ആവശ്യം കഴിഞ്ഞാൽ. വെളിച്ചായാൽ എന്ത് ചെയ്യും? കിടന്നുറങ്ങിയ ഇപ്പം അല്ലാട്ടെ, ഇപ്പം അത്രയൊന്നും ആരും പായ ഉപയോഗിക്കുന്ന കാലമൊന്നുമല്ല. പണ്ട് കാലത്ത് ധാരാളം പായലൊക്കെ കിടക്കാറുണ്ട്. ഇപ്പം എല്ലാവർക്കും, നമ്മളൊക്കെ അങ്ങനെ തന്നെയുള്ളൂ, കിടക്കയിൽ തന്നെ എല്ലാവരും കിടക്കുക. പണ്ട് കാലത്ത് പായയിൽ കിടക്കുന്ന കാലം, കിടക്കയൊക്കെ നല്ല വിലയാണ്, വാങ്ങാൻ കിട്ടുന്ന കാലമൊന്നും അത്രയ്ക്കുള്ള സാമ്പത്തികമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ പായ വാങ്ങും. പായ വാങ്ങിയിട്ട് നമ്മൾ പായയിൽ ഒരു തലയെണ്ണയൊക്കെ വെച്ച് കിടക്കും. ഇനി വെളിച്ചായാൽ അതൊക്കെ ചുരുട്ടി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെക്കും. പിറ്റേ ദിവസം നമ്മൾ എടുത്ത് നിർത്താൻ നോക്കിയാൽ നീരോ ഇല്ല, ചുരുണ്ടും ഇങ്ങനെ പോരും. പിന്നെയും നിർത്തുന്നു, പിന്നെയും ചുരുളുന്നു. ആ ചുരുളിച്ച എന്ന് പറയുന്ന പായയുടെ സ്വഭാവമല്ലേ, അതാണ് വാസന. മുമ്പ് എന്താ അതിനെ കാട്ടി വെച്ചത്? ചുരുട്ടി വെച്ചു. ആ ചുരുട്ടി വെച്ചതിനെ തുടർന്ന് അതെന്താണോ നമുക്ക് കാണിച്ചു തരുന്നത്, അതാണ് ആ ചുരുളലാണ് വാസന. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനോടുള്ളൊരു വാസന, അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിനെ ഭേദിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പ്രായം ചെല്ലും തോറും ബുദ്ധിമുട്ടാണ്, കൂടിയാ വരിക. എങ്ങനെ നമ്മൾ പ്രായമായിട്ടുള്ള ആൾക്കാരോട്, എന്നേക്കാൾ ഇപ്പം എനിക്കും പ്രായം തിരഞ്ഞില്ല എന്നല്ല, അതിൽ കൂടുതൽ പ്രായമുള്ള അച്ഛനമ്മമാരോടൊക്കെ കൂടെ വരുന്നുണ്ടോ എന്നൊക്കെ തലേ ദിവസം പറയും. പിറ്റേ ദിവസം രാവിലെ നിങ്ങളങ്ങോട്ട് പൊക്കോളും, ഞങ്ങളില്ല. അതെന്താ വരാത്തെ? വയ്യ, വേണ്ട. ഇതന്നെ തുടരാനുള്ളൊരു ടെൻഡൻസി അങ്ങനെ ഉണ്ടാവും. അത് ആദ്യകാലങ്ങളിൽ ചെറുപ്പകാലത്തൊന്നും അത് മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെ ഓടിച്ചാടി എല്ലാവരും നടന്നിരുന്ന ആൾക്കാർ തന്നെയാണ്. കാലം ചെല്ലും തോറും ഇത് കുറഞ്ഞു വരും. പിന്നെ നമുക്ക് ഇതായി സ്വഭാവം. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അവരുടെ വാസനയാണ്. ഈ വാസന അതല്ല കേട്ടോ, അതല്ല പറയുന്നത്. നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് നമ്മളിൽ സംഭരിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട്, അതാണ് വാസന. അതിലേക്ക് പോകും അറിയാതെ. നമ്മൾ ഒരു അവസരം കിട്ടിയാൽ തട്ടിത്തെറിച്ച് നമ്മൾ അവിടേക്ക് തന്നെ ചെന്ന് വീഴും. അത് ആ വാസന. അതാണ് ഇവിടെ പറയുന്നത്. വാസനാത്മാ വിഷയോപരക്ത, വിഷയങ്ങളിൽ വ്യാപരിച്ച് ആ വാസനയിൽ മുങ്ങി നടക്കുന്നവനായിട്ടുള്ള ഒരാള്, പരമലൗകികനായ ഒരാള്. പ്രത്യേകിച്ച് കലിയുഗ മനുഷ്യൻ അങ്ങനെയാണെന്ന് പറയും. സുഖങ്ങളുടെ പിന്നാലെ പോകുന്നവനാണ്. അയാൾക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാവില്ല. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലുമൊക്കെ ഇങ്ങനത്തെ അല്ലാത്ത ആൾക്കാരും ധാരാളം ഉണ്ടായിരുന്നു അത്രേ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയത്. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് വളരെ സെൽഫ് സെൻറ്റേർഡ് ആണ്. നമ്മുടെ ചുറ്റും ഉള്ള കുറച്ച് കാര്യങ്ങൾ വിവരമൊക്കെ ഉണ്ടാവും നല്ലോണം. എല്ലാവരും, എന്നെ ഒട്ടും ഒഴിവാക്കുന്നില്ല, ഞാൻ അടക്കമുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമുക്ക് എല്ലാത്തിനെയും പറ്റി നല്ല ബോധ്യമുണ്ട്. ഈ മൊബൈൽ അങ്ങോട്ട് തുറന്നാൽ അറിയാത്ത ഒരു കാര്യവുമില്ല. വിവരം കൊണ്ട് അല്ലെങ്കിൽ വിഷയ ദാരിദ്ര്യമേ ഇല്ല. എന്നിട്ടും തൊട്ടപ്പുറത്ത് നടക്കുന്ന ഒരാൾക്ക് എന്താ ആവശ്യം, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് എന്ത് പറ്റി എന്നുള്ളത് അറിയാൻ നമ്മൾ വളരെ വൈകുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്തെ മനുഷ്യരുടെ സ്വഭാവമാണ് ഞാൻ എന്നിൽ എന്ന് മാത്രമായി കൊണ്ടിരിക്കുക. ഒരു 10 കൊല്ലം മുമ്പേ 15 കൊല്ലം മുമ്പ് എത്ര ഉണ്ടായിരുന്നില്ല, അത് കൂടി വരും. കലിയുഗ മനുഷ്യന്റെ സ്വഭാവമാണ്. അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി മറ്റുള്ളവരെ എന്തും ചെയ്ത് തോൽപ്പിച്ച് തോൽപ്പിച്ച് നടക്കാൻ അയാൾക്കൊരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യമാണ് ഇവിടെ പറയണത്. വിഷയ ഉപരക്ത, വിഷയങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് പിന്നെയും വിഷയങ്ങളിൽ ചെന്ന് ചാടിക്കൊണ്ട് അയാളിങ്ങനെ നടക്കുകയാണ്. അതാണ് വികൃത. എന്നുള്ളത് കൊണ്ട് മലയാളത്തിലെ നമ്മൾ പറയുന്ന വികൃത രൂപം ഇല്ല. വികൃതി എന്ന് പറയുന്നത് മാറ്റം വരികയെന്നുള്ളൂ. പ്രകൃതി എന്ന് പറയുന്നത് ഇവിടെ എന്താണോ ഉള്ളത് അതാണ് പ്രകൃതി. അതിൽ നിന്നും മാറ്റം വരുന്നതിനെയാണ് വികൃതി എന്ന് പറയുന്നത്. മലയാളത്തിൽ പല അർത്ഥത്തിലും നമ്മൾ പറയാറുണ്ട്. വികൃതി എന്നൊക്കെ പറയാറുണ്ട്. ഭയങ്കര വികൃതി ആ കുട്ടികൾക്ക് എന്ന് പറയാറുണ്ട്. അതിനൊക്കെ തനി മലയാളം അർത്ഥമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒട്ടും ഈ പറഞ്ഞ മാറ്റവുമായിട്ട് സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട അർത്ഥമില്ല. വികാരം എന്ന് പറഞ്ഞ വാക്കൊക്കെ അതാണ്. വികാരം എന്ന് പറഞ്ഞാൽ മാറ്റമാണ്. ഒരു രൂപത്തിൽ നിന്നും മാറി വരുന്നത്, അതിനെയാണ് വികാരം. അതിൽ നിന്നുണ്ടാവുന്ന വാക്കാണ് വികൃതി. അപ്പം അങ്ങനെ ഈ വിഷയങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് വികൃതിയെ മാറ്റങ്ങളെ പ്രാപിച്ചുകൊണ്ട് 16 കലകൾ എന്നൊക്കെ പറയുന്നുണ്ട്. ശരീരത്തിൽ പലതരത്തിലുള്ള ഈ ശരീരം തന്നെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് അസ്ഥി, മേധസ്, രക്തം, മൂത്രം, അതുപോലെ മലം, ഇങ്ങനെ പലതും ചേർന്നിട്ടുള്ളതാണ് ഈ ശരീരം. അതൊക്കെ കൂടി ചേർന്നുകൊണ്ട് അതാണ് ഷോഡശാത്മാ. എന്നിട്ടോ ബിഭ്രത് പൃഥങ്നാമഭി രൂപഭേദം അന്തർബഹിഷ്ട്വം പുരൈഹി തനോതി. എന്നിട്ടോ ഈ ശരീരങ്ങളെ കൊണ്ട് ഓരോ ജന്മങ്ങളിലും നമ്മൾ എടുക്കുന്നതായ
ശരീരങ്ങളാൽ, പുരം എന്ന് പറഞ്ഞാൽ ശരീരങ്ങൾ എന്നാണ് അർത്ഥം, ശരീരങ്ങളാൽ രൂപഭേദത്തെ പ്രാപിച്ചുകൊണ്ട് മനസ്സിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഗീതയിൽ പറയൂലോ, ഈ ശരീരം മുഷിഞ്ഞാല് ഒരു വസ്ത്രം മാറ്റുന്നത് പോലെ അടുത്ത ശരീരത്തിലേക്ക്, ഒരു തരം പുഴുവിന്റെ സ്വഭാവമാണെന്നാ പറയാം. എന്ത് പുഴുവാണ്? ഒരു തരം പ്രത്യേകതരം പുഴുവിനെ പറ്റി പറയും. ഈ ഇങ്ങനെ വർത്തിക്കുന്നതായ പുഴു അതിങ്ങനെ പൊന്തി അടുത്തേക്ക് തൊട്ടട്ടേ ഈ ഭാഗം വിടുള്ളൂ. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു തരം പുഴുക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെയാണത്രേ ആത്മാവ്. ഈ പറഞ്ഞ മുഷിഞ്ഞ ശരീരത്തിനെ മതിയായാല് ഈ എന്ത് ചെയ്യും? ഈ ജീവൻ പതുക്കെ ഇതിനെ വിടും. എന്നിട്ട് മുഷിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് നല്ലൊരു വസ്ത്രം സ്വീകരിക്കുന്നത് പോലെ മറ്റൊരു ശരീരത്തിനെ പ്രാപിക്കും. എന്നാലും മാറ്റമൊന്നും ഉണ്ടാവാൻ പോകില്ല. എന്തുകൊണ്ടാണ്? വാസന പഴയ തന്നെയല്ലേ, പഴയ സ്വഭാവം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആള് മാറിയെന്നേ ഉള്ളൂ, രൂപമൊന്നും മാറിയെന്നേ ഉള്ളൂ. നമുക്ക് ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് മനസ്സിലാവില്ല ഇന്ന ആളുടെ പുനർജന്മമാണ്. ചിലപ്പോൾ ഇവിടെ ഒന്നും ആയിക്കൊള്ളുന്നില്ല, വേറെ ഏതെങ്കിലും നാട്ടിലൊക്കെ പോയി ജനിക്കുന്നുണ്ടാവാം. പക്ഷേ വാസന മാറുന്നില്ല. ആ ഒരു ചിന്ത, തത്വബോധത്തിലേക്കുള്ള ഉണർച്ച പിന്നെയും സംഭവിക്കുന്നില്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ സംസാരം എന്ന് പറയുന്നത്. സംസാര ചക്രം എന്ന് പറയും. ചക്രത്തിന്റെ സ്വഭാവം എന്താ? തുടങ്ങിയോട് തന്നെ പിന്നെ എത്തും. അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. പണ്ട് കാലത്ത് തൃശ്ശൂര് റൗണ്ട് എന്ന് പറയുന്ന പോലെ, തൃശ്ശൂര് റൗണ്ടിൽ കയറിയാൽ അങ്ങനെയാണ് അത്രേ, പരിചയമില്ലാത്ത ഒരാൾ കയറിയാൽ പുറത്തേക്ക് കിടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തൃശ്ശൂര് റൗണ്ടിൽ ഞാനും കുറെ കാലം നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അഭിമാനത്തോടു കൂടി പറയട്ടെ. പണ്ടൊരിക്കൽ ഏതോ കഥയാണ്, ഇടയ്ക്ക് അങ്ങനെയുള്ള ചില അംശങ്ങളും കൂടി വെറുതെ ചേർക്കുന്നു എന്ന് മാത്രമാണ്. ബോറടി നിങ്ങൾക്ക് മാത്രമൊന്നും ആയിരിക്കില്ല, എനിക്കുണ്ട്. പറയുന്ന ആൾക്കാർക്കും ചിലപ്പോൾ ബോറടിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ കിഴക്ക് ഭാഗത്തു നിന്ന്, പാലക്കാട് ഭാഗത്തു നിന്ന് വന്ന ഒരു തമിഴൻ, അയാൾ ഓടിച്ച ലോറിയുമായിട്ട് തൃശ്ശൂർ റൗണ്ടിൽ കയറി എന്നാണ് കഥ. അദ്ദേഹത്തിന് 9 റൗണ്ട് വെച്ചു, എന്നിട്ടും പുറത്തേക്ക് കിടക്കാൻ പറ്റിയില്ല. എല്ലാ റോഡും ഒരുപോലെ അല്ലേ? ഷൊർണൂർ റോഡ് നോക്കിയാൽ അതേപോലെ തന്നെ, ബിനിയുടെ അവിടെ നിന്ന് വടക്കേ സ്റ്റാൻഡിലേക്ക് പോകണം. അത് കഴിഞ്ഞ് കുറച്ചപ്പുറത്തേക്ക് പോയാൽ അത് ഹൈ റോഡ് പോലെ തന്നെയാണ് കുറുപ്പം റോഡ്. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് റോഡ്. ഏതിൽ കൂടെ പോയാൽ പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ട് ചെയ്തു എന്നാണ് പറയണത്. അതുപോലെയാണ് സംസാരചക്രം. സംസാരചക്രമായി ചക്രധര പ്രഭോ, ഭഗവാനെ വിളിക്കുകയാണ്. അങ്ങയുടെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള ചക്രം തന്നെയാണ് ഈ സംസാരം. അതിങ്ങനെ ചുട്ടുപൊള്ളിക്കൊണ്ടിങ്ങനെ ആവർത്തിച്ച് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. സംസരത എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? വ്യക്തമാവുന്നുണ്ടോ? അപ്പോ ആ സംസാരത്തിൽ മുഴുകിക്കൊണ്ട് ഇങ്ങനെ ഓരോ ദേഹങ്ങളിലേക്കായി വ്യാപിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നേ ഉള്ളൂ. അല്ലാതെ അയാൾക്ക് തത്വജ്ഞാനത്തിനെ പറ്റിയിട്ടുള്ള ഓർമ്മ, തത്വജ്ഞാനത്തിനെ പറ്റിയിട്ടുള്ള ചിന്ത വരുന്നില്ല എന്നാണ് പറയണത്. എന്നിട്ടോ ദുഃഖം സുഖം വ്യതിരിക്തം ച തീവ്രം കാലോപപന്നം ഫലമാവ്യനക്രി ആലിംഗ്യമായാരചിതാന്തരാത്മാ സ്വദേഹിനം സംസൃതി ചക്രകൂട. അതന്നെയാണ് ഇവിടെ പറയണത്. സുഖത്തിനെ അനുഭവിക്കുന്നു. സുഖം നല്ലതല്ലേ എന്ന് വിചാരിക്കുന്നത് പോലെയാണ്. സത്വം നല്ലതല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നുമല്ല, അതിൽ കിടക്കരുത്. അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോവുക വേണം. അതാണ് ദുഃഖം എന്താണ് എന്നുള്ളത്. ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്നു. ഇനി അതുപോലെ സുഖത്തിൽ കൂടെയും സഞ്ചരിക്കുന്നു. അതുപോലെ പിന്നെന്താണ്? തീവ്രം, അത് നിസ്സാരമൊന്നുമല്ല. തീവ്രമായിട്ടുള്ള ദുഃഖം, തീവ്രമായിട്ടുള്ള സുഖം. എന്നിട്ടും മനുഷ്യരാരും വിചാരിക്കുന്നില്ല ഇതൊക്കെ മായയാണെന്ന്. സാ മായ എന്നാണ്. യാതൊന്നാണോ ഇവിടെ ഇല്ലാത്തത് അതാണ് മായ. ഇല്ലാത്തതാണ് ഇതൊക്കെ. പക്ഷെ നമുക്കത് മനസ്സിലാവില്ല. എന്തുകൊണ്ട്? നമ്മൾ വഴി മാറി പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട്, ഇവിടെ തന്നെ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കിതാണ് യഥാർത്ഥ വഴി എന്ന് തോന്നുന്നു. അതുകൊണ്ട് അതൊന്നും മായയാണെന്ന് തിരിച്ചറിയാത്തിടത്തോളം ആ ആൾക്ക് സംസൃതിയുടെ ചക്രത്തിൽ നിന്നും മോചനമേ ഇല്ല. കാലോപപന്നം ഫലം അവ്യനക്തി, കാലം കൊണ്ട് വന്നു ചേരുന്നതായിട്ടുള്ള ഫലങ്ങൾ, അതിൽ സുഖമുണ്ടാകാം, ദുഃഖമുണ്ടാകാം, പലതരത്തിലുള്ള അതുമല്ലാത്ത പലതരം അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെന്ന് ചിന്തിക്കാത്ത ഒരാള്,
അപ്പോൾ അതിനെ തന്നെ പിന്നെയും പിന്നെയും ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സംസാര ചക്രത്തിൽ കൂടെ സഞ്ചരിക്കുന്നവൻ, സംസാരത്തിലൂടെ സഞ്ചരിക്കുന്ന ആൾക്ക് ഇതിൽ നിന്നും മോക്ഷമില്ല. ഇത് ചക്രമാണ്. പിന്നെയും മരണം, പുനരഭിമരണം, പുനരവിജനനം, പുനരഭി ജനനീ ജഠരേ ശയനം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. മോഹമുദ്ഗരം എന്നുള്ളത് അല്ലേ? അതൊരു കാവ്യവുമാണ്. വലിയ തത്വബോധന ആയിട്ടുള്ളൊരു തത്വപ്രകാശനം നടത്തുന്നതായിട്ടുള്ളൊരു ചെറിയ കാവ്യമാണ് മോഹമുദ്ഗരം, അല്ലെങ്കിൽ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം എന്ന് പറയണത് ഗോവിന്ദനെ ഭജിക്കൂ, എന്നാലേ മോക്ഷം കിട്ടുള്ളൂ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു വെറുതെ അല്ല. സംപ്രാപ്തേ സന്നിഹിതേ കാലേ, നമ്മൾ പറയും കാലൻ വന്നു ചേരുമ്പോൾ ഞാനെന്ത് ഓതേണ്ടു എന്ന് പറയണത് പോലെയാണ്. എന്താ ഓതണ്ടെന്ന് അപ്പ തോന്നിയിട്ട് കാര്യമില്ല, അപ്പൊ ഞാൻ പരിഭ്രമിച്ചിട്ട് കാര്യമില്ല, ആദ്യമേ ചെയ്തു തുടങ്ങണം. അതിനെന്താ ചെയ്യാ? ഗോവിന്ദം ഭജ ഹേ മൂഢമതേ. താങ്കൾ വെറുതെ ഇങ്ങനെയുള്ള ഡുകൃഞ്ഞ് കരണേ വ്യാകരണം പഠിക്കുമ്പോൾ അറിയാം. കൃധാതു കരോതി ചെയ്യുന്നു എന്ന് പറയുന്ന ധാതു ഉണ്ടല്ലോ, അതിന്റെ രൂപമാണ് പറയുന്നത്. ഡു കൃഞ്ഞ് എന്നാണ് സംസ്കൃതത്തിൽ അങ്ങനെ പറയാ. ആദ്യമൊക്കെ ചില അക്ഷരം ഉണ്ടാവും, അവസാനം ചില അക്ഷരങ്ങളാവും. അതിനെയൊക്കെ നമ്മൾ എടുത്ത് കളയും. അതിനെയൊക്കെ ഇത്തുകൾ എന്ന് പറയും. ബാക്കിയുള്ളത് കൃ എന്ന് നിൽക്കും. കൃ ആണ് കരോതി എന്നുള്ള ധാതുവായിട്ട് മാറണത്. അപ്പോൾ ഒരു വൈയാകരണൻ ഇരുന്ന് ഇങ്ങനെ കാശിയിലോ മറ്റോ ഇരുന്ന് പഠിക്കുകയാണ്. തനു വിസ്താരേ കരണേ ഡുകൃഞ്ഞ് കരണേ എന്നുള്ള ധാതുവിൻ്റെ അർത്ഥങ്ങളാണ്. വ്യാകരണത്തിൽ അങ്ങനെ ഓരോ ധാതു പറയുമ്പോഴും ആ ധാതുവിൻ്റെ അർത്ഥം എന്താ എന്ന് കൂടി പറയും. അപ്പോൾ ഡുകൃഞ്ഞ് എന്ന് പറഞ്ഞ ധാതുവിനർത്ഥം കരണാർത്ഥകമാണ്, ചെയ്യ എന്നുള്ള അർത്ഥമാണ് എന്ന് ആരോ പറഞ്ഞ് പഠിക്കുന്നത് കണ്ടിട്ട് ശങ്കരാചാര്യ സ്വാമികൾക്ക് തമാശയാണ് തോന്നിയത്. അദ്ദേഹം വന്ന് പറയാണ്, സംപ്രാപ്തേ സന്നിഹിതേ കാലേ ഡുകൃഞ്ഞെന്ന രക്ഷതി. നിന്നെ രക്ഷിക്കാൻ ഈ ഡുകൃഞ്ഞ് കരണ എന്ന് പറയുന്ന വ്യാകരണം ഉണ്ടാവില്ല. ഹേ മൂഢമതേ ഗോവിന്ദം ഭജ. മൂഢമായിട്ടുള്ള ബുദ്ധിയുള്ളവനെ ഗോവിന്ദനെ ഭജിക്കൂ എന്ന് പറയണത് പോലെ നമ്മൾ ഈ പറഞ്ഞതായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കാണാപ്പാഠം പഠിച്ചുകൊണ്ട് നടക്കണതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവണം. ഇതൊന്നും അല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകണം എന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ ആദ്യം രഘുഗുണൻ പറഞ്ഞതിനെ പരിപൂർണമായിട്ട് ഈ ലൗകിക ജീവിതത്തിൽ നമുക്ക് ത്യജിക്കാൻ പറ്റില്ല. അത് ഞാൻ പറയണതാണ് കേട്ടോ, അല്ലാതെ ഭരതയോഗീശ്വരൻ പറയണതല്ല. അദ്ദേഹത്തിന് പറയാൻ പറ്റും. ഭരതയോഗീശ്വരൻ ആ നിലവാരത്തിൽ നിന്ന്, അത്രയും ഉയർന്ന നിലവാരത്തിൽ നിന്നാണ് പറയണത്. അവിടേക്ക് എത്താൻ ശ്രമിക്കണം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിനോടൊപ്പം തന്നെ പ്രവർത്തനങ്ങൾ ഇല്ലാതെയായാൽ നിശ്ചലമായി പോകും ഭൂമി. ഒരു കാലം വരട്ടെ, നമുക്ക് എല്ലാവർക്കും. ചിലപ്പോൾ ചില ആൾക്കാർ നേരത്തെ തുടങ്ങും, അവർക്ക് പെട്ടെന്ന് പറ്റും. ചിലർ പെട്ടെന്നേ വാനപ്രസ്ഥവും സന്യാസവും ഒക്കെ സ്വീകരിച്ചു പോണവരുണ്ട്. ചിലർക്ക് അത്ര പെട്ടെന്ന് പറ്റില്ല. അത് മോശമൊന്നുമല്ല. പക്ഷേ ശരി ഏതാണെന്ന് അറിഞ്ഞിട്ട് പിന്നെയും തെറ്റിൻ്റെ വഴിക്ക് പോണതാണ് തെറ്റ്. തെറ്റെന്താണെന്ന് മനസ്സിലായിട്ട് പിന്നെയും തെറ്റ് ചെയ്യുന്നതാണ് തെറ്റ്. അറിയാതിരിക്കുന്ന കാലത്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് വലിയൊരു തെറ്റായി പോകുന്നില്ല. മനസ്സിലാക്കിയാൽ നമ്മൾ മാറിപ്പോവുക. അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഇവിടെ അങ്ങനെ നമുക്കിതിനെ ഇപ്പോൾ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ എന്ന എൻ്റെ എളിയൊരു അഭിപ്രായം. പ്രവർത്തനനിരതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും ഇത് കേൾക്കുന്നതോട് കൂടിയിട്ട് ചിലപ്പോൾ ചിന്ത മാറിപ്പോകും. ഇവിടെ നമ്മൾ ഈ ദർശനങ്ങളും അതുപോലെ തന്നെ സാഹിത്യവും ഒക്കെ പഠിച്ച് പോകുന്ന ആൾക്കാർ പറയാറുണ്ട്,
ഇത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ദർശനങ്ങളുടെ വരവോടുകൂടിയിട്ട് ഒരു പക്ഷം ഭാരതീയർക്ക് ഒരു നിസ്സംഗത, പ്രവർത്തനങ്ങളോടൊക്കെയുള്ള, കർമ്മങ്ങളോടുള്ള വൈമുഖ്യം വന്നു ചേർന്നിട്ടുണ്ടെന്ന്. ചെറുപ്പകാലത്ത് അത് വരാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ വിവേകാനന്ദനോട് പരമഹംസർ പറയുന്നുണ്ട്, നീ പ്രവർത്തിക്കണം, നീ ഇപ്പോഴേ ഇവിടെ വന്നിരിക്കാറായിട്ടില്ല, പ്രവർത്തിക്കൂ, പറയാനുള്ളതൊക്കെ പറയൂ. അതുകൊണ്ടാണല്ലോ ലോക മതസമ്മേളനത്തിന് അദ്ദേഹം ചിക്കാഗോയിൽ പോയത്. അതൊക്കെ പറഞ്ഞ് ഒരാളുടെ കർമ്മം എന്താണോ അത് ചെയ്യാതിരിക്കരുത്, അത് വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം, പക്ഷേ അതിൽ കിടന്ന് അഭിരമിക്കരുത്. അതാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. ഏതുവരെ, ആരോട്, എന്ത്, എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് കുട്ടിക്കാലത്ത് കിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ആ ഭാഗത്തു നിന്നൊക്കെ വന്ന നമുക്ക് ആ ശൈശവദശയും ബാല്യവും കൗമാരവും ഒക്കെ കടന്നു വന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ചങ്കൂറ്റത്തിൻ്റെ ഇതിൽ പലതും നമ്മൾ ചെയ്യും. പിന്നീടാണ്, അതാണ് ഞാൻ പറഞ്ഞത്, സത്യത്തിൻ്റെ, യാഥാർത്ഥ്യത്തിൻ്റെ അല്ലെങ്കിൽ ശരിയായതിലേക്കുള്ള വഴി എന്താണ് എന്നുള്ളത് മനസ്സിലായാൽ പിന്നെ അതിലേക്കായിരിക്കണം നമ്മുടെ യാത്ര. അതുകൊണ്ട് പ്രവൃത്തി പിന്നാക്കം വയ്ക്കരുത്, ശരിയായ വഴിയിലേക്ക് പോവും വേണം. അങ്ങനെയേ നമുക്ക് ഈ ഇന്നത്തെ ജീവിതം മുമ്പാക്കം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാവരും നിഷ്കർമ്മമായിട്ടുള്ള വഴിയിലേക്ക് പോയാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുക? കർഷകര് ഒരു പണിയെടുക്കണില്ല, ഞങ്ങളൊക്കെ എല്ലാവരും നാളെ മുതൽ ഭരത യോഗീശ്വരൻ പറഞ്ഞത് അനുഷ്ഠിക്കുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ എങ്ങനെയാണ് ഊണ് കഴിക്കുക? ബാക്കിയുള്ളവർക്ക് കർഷകരുടെ പ്രവൃത്തികൾ ചെയ്യണം. അതുപോലെ മറ്റ് ഓഫീസുകളിൽ പ്രവൃത്തി ചെയ്യുന്നവർ അത് ചെയ്യണം. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വിരതിയാണ്. അങ്ങനെ നമുക്ക് പതുക്കെ ആ ഒരു മാർഗത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. ആ ഒരു മാർഗത്തിൽ ഈ ഒരു ജന്മം കൊണ്ട് എത്തിയില്ലെങ്കിൽ വേണ്ട, അടുത്ത ജന്മത്തിൽ നമ്മളത് നേടും. അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുല്ലോ. അതാണ് ഇവിടെ നമുക്ക് പറഞ്ഞു വച്ചിരിക്കുന്ന ഭരതന്റെ കഥ. അത് തന്നെയാണ്. ഒന്നുകൊണ്ട് കിട്ടിയില്ല, രണ്ടുകൊണ്ട് കിട്ടിയില്ല, മൂന്നാമത്തേലെത്തിയപ്പോഴേ അവസാനത്തെ ജന്മമായിട്ട് ആ ഒരു മോക്ഷമാർഗത്തിലേക്ക് ആത്മതത്വം എന്താണെന്ന് മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറിയുള്ളൂ. അത് തെറ്റൊന്നുമല്ല, പക്ഷെ പ്രയത്നിക്കണം, നമ്മൾ അതിനായിട്ട് പണിയെടുക്കണം, അധ്വാനിക്കണം എന്ന് തന്നെയാണ്. അതിൻ്റെ നിയന്ത്രണം തന്നെയേ പറ്റുള്ളൂ. മനസ്സിനെ നിയന്ത്രിക്കണം, ബുദ്ധിയെ നിയന്ത്രിക്കണം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അങ്ങനെ വേണം. എന്നാൽ ഇതിലൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയിക്കും വേണം. അതിനെയാണ് ഗീതയിലൊക്കെ പറയുമല്ലോ, മിഥ്യാചാരികൾ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടരുണ്ട്. എന്താണ് മിഥ്യാചാരികൾ എന്ന് പറഞ്ഞാൽ? ശരിയായിട്ടുള്ള വഴിയിലൂടെ അല്ലാതെ മിഥ്യയായിട്ടുള്ള ആചാരങ്ങൾ നടത്തുന്നവരെയാണ് മിഥ്യാചാരികൾ എന്ന് പറയാം. അവർ ഉള്ളിൽ ശുദ്ധന്മാരൊന്നും ആയിരിക്കില്ല. അതാവരുത്. മറ്റുള്ളവർ കാണുമ്പോൾ കേമാണ്, അദ്ദേഹം വളരെ വലിയ, അല്ലെങ്കിൽ അവർ സ്ത്രീ ആയാലും പുരുഷനായാലും വലിയ ഭക്തനാണ്, എല്ലാമാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളില് ഈ പറഞ്ഞതുപോലെ പ്രിസം പോലെ, ചില്ല് പോലെയുള്ള മനസ്സൊന്നും ആയിട്ടുണ്ടാവില്ല. അവരെ പറയുന്ന പേരാണ് ഭഗവത്ഗീത അതിനൊക്കെ പേരിട്ട് വെച്ചിട്ടുണ്ട്. അവരാണ് മിഥ്യാചാരികൾ. ആചാരങ്ങള് മാത്രമേ ഉള്ളൂ, പുറത്തേക്ക് മാത്രമേ ഉള്ളൂ, അകത്തേക്ക് ഒന്നുമില്ല. അതാവരുത്. അതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ട് ഉള്ളിൽ നിന്നും നമുക്ക് ഉണ്ടാവണം ഇതറിയാനുള്ള ത്വര. ഇന്ദ്രിയങ്ങളല്ല ശരീരം, അല്ലെങ്കിൽ ഈ ശരീരമല്ല നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്നുള്ളത്. ഇതിനെ പരിപോഷിപ്പിക്കലല്ല. അങ്ങനെയാണെങ്കിൽ രഘുഗുണൻ എന്നേ കേമനായനെ നല്ല തടിച്ച് മിടുക്കനായിട്ടുള്ള ആളാണ് രഘുഗുണൻ. ആരെന്ത് കൊടുത്താലും കഴിക്കും, ഇന്നത് വേണമെന്ന് പറയില്ല, വേണ്ടാന്ന് പറയില്ല. അങ്ങനെയൊക്കെ നടക്കുന്ന ആള് എവിടുന്ന് എന്ത് കിട്ടിയാലും കഴിച്ച് നല്ല, അതാണല്ലോ ആദ്യമേ പറഞ്ഞു പീവാ എന്ന്. ഭാഗവതത്തിൻ്റെ ഒരു ഭാഷയുണ്ടല്ലോ, വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു ഭാഷയാണ്. മറ്റു സംസ്കൃത ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോഴാണ് ഇത് മനസ്സിലാവണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ അത്യധ്വാനം ചെയ്യണം എന്ന് നമുക്ക് തോന്നുക. അതായത് അത് പലരും ചിലപ്പോൾ സമ്മതിച്ച് തരില്ലായിരിക്കും, എന്നാലും മേൽപ്പത്തൂരിൻ്റെ ഭാഷ പോലും കുറച്ചും കൂടി സരളമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അതിന് എതിർപക്ഷങ്ങൾ ഉണ്ടാവാം. മേൽപ്പത്തൂര് വ്യാകരണത്തിൻ്റെ പലതരത്തിലുള്ള ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ചുരുക്കിയാണ് പറയണതെങ്കിലും നമ്മൾ മലയാളികളാണ് എന്നുള്ളത് മേൽപ്പത്തൂരിനും നമുക്കും ഒരുപോലെ ചേരുന്നതാണ്. ഇത് മലയാളികളുടെ സംസ്കൃതമല്ല. മലയാളികളുടെ സംസ്കൃതമല്ല എന്ന് മാത്രമല്ല, ഏറ്റവും സരളമായ രീതിയിൽ എഴുതിയ ഭാഗങ്ങളോടൊപ്പം തന്നെ കഠിനമായി എഴുതിയ സംസ്കൃതത്തിൻ്റെ ഒരു രൂപം കൂടി ഭാഗവതത്തിൽ കാണാൻ പറ്റും.
ഒരു സമരൂപമല്ല, സമത്വത്തിൻ്റെ ഒരു ഭാഷ ഭാഗവതത്തിനില്ല. ചില സന്ദർഭങ്ങളിൽ വളരെ ലളിതമായിട്ട് പറയുന്ന ഭാഷയും കാണാം. ഈ ഭാഗങ്ങളൊക്കെ ഇതൊന്നും ലളിതമായിട്ട് പറയാൻ പറ്റില്ല അത് സത്യം തന്നെയാണ്. പക്ഷെ അതിനുപയോഗിക്കുന്ന തത്വചിന്തയെ വെളിപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഭാഷ വളരെ ദൂരാന്വയം എന്ന് പറഞ്ഞിട്ട് സംസ്കൃതത്തിലൊരു ഇതുണ്ട്. അതായത് ക്രിയ, കർത്താവ് കർമ്മം ക്രിയ എന്ന് പറയുന്ന എല്ലാ ഭാഷകളിലും ഉള്ളതായൊരു കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ. കർത്താവാദ്യം, കർമ്മം, പിന്നെ ക്രിയ, അല്ലെങ്കിൽ ക്രിയ പിന്നെ കർമ്മം. അത് ഇംഗ്ലീഷിലും മലയാളത്തിനും ഒക്കെ ഈ 3 ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അടുത്തടുത്തായാലാണ് കുറേയൊക്കെ പെട്ടെന്ന് അർത്ഥബോധം ഉണ്ടാവുക. പക്ഷെ ക്രിയ വളരെ ദൂരെ പോയാൽ അർത്ഥബോധം ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഭാഗവതത്തിൽ പലയിടങ്ങളിലും അങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സങ്കീർണ സ്വഭാവം തന്നെയാണ് ഭാഗവതത്തിൻ്റെ സ്വഭാവം. സ്ഥിരമായി വായിക്കുന്നവർക്ക്, അർത്ഥം മനസ്സിലാക്കുന്നവർക്ക് ചിലപ്പോൾ അത് തോന്നില്ല. ഞാൻ കുറേ കാലമായിട്ട് 10-50 കൊല്ലമായി വായിച്ചുകൊണ്ടിരിക്കണു, അപ്പം അതുകൊണ്ട് തോന്നുന്നില്ല എന്ന് പറയുന്നവരുണ്ടാവും. പക്ഷേ ഈ ഭാഗവതത്തിൻ്റെ പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലെയൊക്കെ ഒരു ഭാഷയുണ്ടല്ലോ, ധാരാളമായിട്ട് സംസ്കൃതത്തിൽ പഴയ ആചാര്യന്മാരൊന്നും ഉപയോഗിച്ച് കാണാത്തതായ ഭാഷയാണ്. ഈ പീവരഹ എന്നൊക്കെ പറയാറുണ്ട്. പീവരമായ തടിച്ചതാണ്, എന്താണ്, പീനോ ദേവദത്ത ദിവ ന ഭുങ്ക്തേ എന്ന് പറയും. തടിച്ചിരിക്കുന്ന ദേവദത്തൻ പകലൊന്നും കഴിക്കുന്നില്ല എന്ന് പറയുന്നൊരു വാക്യമുണ്ട്. രാത്രി നല്ല ശാപ്പാടാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോഴല്ലേ ആൾ തടിക്കുള്ളൂ. അപ്പോൾ അവിടെ പീനഹ, പീവരഹ എന്നുള്ള വാക്കുകളൊക്കെ സംസ്കൃതത്തിൽ കേൾക്കാറുണ്ട്. പക്ഷെ പീവ എന്നുള്ളൊരു പ്രയോഗം വളരെ കുറവ്. എവിടെ ധാരാളമായിട്ട് അങ്ങനെ പ്രയോഗിക്കുന്നില്ല. ഇതൊക്കെ ഭാഗവതത്തിൽ ധാരാളം പ്രയോഗിക്കുന്നുണ്ട് നല്ലവണ്ണം. ഇനിയും അതിൻ്റെ ഭാഷാ ശൈലിയെ പറ്റിയിട്ടും കൂടി ധാരാളം പഠനങ്ങൾ, റിസർച്ചുകൾ ചെയ്യാൻ കിടക്കുന്നേയുള്ളൂ. അതിൻ്റെ അർത്ഥബോധം കിട്ടുന്നതിന് എത്ര തവണ വായിച്ചാലാണ് മനസ്സിലാക്കാൻ പറ്റുക. പ്രത്യേകിച്ച് ഈ തത്വോപദേശത്തിൻ്റെ ഭാഗമാവുമ്പോൾ നല്ലവണ്ണം വായിക്കും വേണം. അപ്പോൾ ഇവിടെ പറയുന്നത് രഘുഗണനോട് ഇദ്ദേഹം ഭരതയോഗീശ്വരൻ പറയുന്നത് സുഖവും ദുഃഖവും അതുപോലെ തന്നെ അതിങ്ങനെ ഈ സംസാര ചക്രത്തിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരുവന് ഇത് തന്നെയേ വന്നുകൊണ്ടിരിക്കുള്ളൂ. അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ നടത്താത്തിടത്തോളം അയാൾക്ക് മുക്തിയില്ല, തത്വജ്ഞാനത്തിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുകയുമില്ല എന്നാണ് പറയുന്നത്. ഈ 6ാമത്തെ ശ്ലോകം തുടർച്ചയായിട്ട് 1-2 ശ്ലോകങ്ങളിൽ കൂടി വളരെ ഈ പറഞ്ഞതായ സാധാരണ മനുഷ്യന്റെ സഞ്ചാരത്തിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ വളരെ വിസ്തരിച്ച് പറയേണ്ട ഒരു ഭാഗമാണ് 8ാമത്തെ ശ്ലോകം. ഗുണാനുരക്തം വ്യസനായ ജന്തോഹോ എന്ന് പറയുന്ന ഭാഗം. അത് അടുത്ത ഒരു സെഷനിൽ, അടുത്ത മാസം വരുന്നൊരു സെഷനിലേക്ക് അത് വിസ്തരിച്ച് പറയാനുണ്ട്. ഇപ്പം പറഞ്ഞാൽ അത് തീരുകയില്ല. സമയത്തിൻ്റെ കുറച്ച് സമയവും നമ്മൾ നോക്കണമല്ലോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഐഹികമായ ജീവിതം നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ നമുക്കിതൊക്കെ ചെയ്തേ തീരൂ, നമുക്കിതൊക്കെ പാലിച്ചേ പറ്റൂ. അപ്പം അതുകൊണ്ട് ആ ഭാഗങ്ങൾ അടുത്തൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു 7ാമത്തെ ശ്ലോകം കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ഈ വിചാരസത്രം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം. 7ാമത്തെ ശ്ലോകം കൂടി നോക്കാം. താവാനയം വ്യവഹാര സദാവി ക്ഷേത്രജ്ഞ സാക്ഷ്യോ ഭവതി സ്ഥൂല സൂക്ഷ്മ തസ്മാൻ മനോലിംഗമദോ വദന്തി ഗുണാഗുണത്വസ്യ പരാവരസ്യ. അപ്പോ ഈ ഒരു വ്യവഹാരം എന്ന് പറയുന്നത് അയം വ്യവഹാര, അതായത് ഈ ഒരു സാംസർഗിക ഇതിലുണ്ടാകുന്നതായ ലൗകികമായിട്ടുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് ഒരേ സമയം അതിൻ്റെ സ്വഭാവം സൂക്ഷ്മവുമാണ് സ്ഥൂലവുമാണ്. സ്ഥൂലം എന്ന് പറഞ്ഞാൽ കണ്ണുകൾക്കൊക്കെ കാണാൻ പറ്റുന്നത് വലുത് എന്നർത്ഥം. സൂക്ഷ്മം എന്ന് പറഞ്ഞാലോ ഉള്ളിലുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് അണുരൂപത്തിലുള്ളത്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അങ്ങനെയല്ലേ, സ്ഥൂലമായിട്ടുള്ളൊരു ശരീരം, അതിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായിട്ടുള്ള സൂക്ഷ്മ ശരീരം, ലിംഗ ശരീരം എന്നൊക്കെ അതിന് പറയും. ഇതിൻ്റെയൊക്കെ തന്നെ അംശങ്ങളെ കൊണ്ടുണ്ടാക്കിയതായ മറ്റൊരു ശരീരം. അപ്പോൾ ആ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള ഈ ഒരു ശരീരത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? താവാൻ സദാ. അപ്പൊ എത്ര കാലം ഈ ഒരു ശരീരം ഇവിടെ ഉണ്ടോ, താവാൻ ആ കാലം വരെ, അത്രയും കാലം വരെ ആവി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് വളരെ ആർഷമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. ശോഭിക്കുന്നതായ, തെളിഞ്ഞു നിൽക്കുന്നതായ ക്ഷേത്രജ്ഞ സാക്ഷ്യ,
ക്ഷേത്രജ്ഞൻ, അതിനെപ്പറ്റി കുറേ പറയാനുണ്ട്, അതൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാലും ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാലും ഗീതയിൽ ധാരാളം പറഞ്ഞിട്ടുള്ളതാണ്. ഈ ശരീരത്തിനെ നമ്മൾ ക്ഷേത്രം എന്നാണ് പറയുക. ആ ക്ഷേത്രത്തിനെ പറ്റി അറിവുള്ളവനെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയാം. അത് വിസ്തരിച്ച് പിന്നെ പറയാം. അങ്ങനെ ആ ക്ഷേത്രജ്ഞനായിട്ടുള്ള ആത്മാവ് ആ ആത്മാവിനാൽ കാണപ്പെട്ടതായിട്ട് ഭവിക്കുന്നു. അതായത് ഈ ആത്മാവിൻ്റെ ഒരു സമ്പർക്കമുള്ളതായിട്ട് ഈ ശരീരം എത്ര കാലം ഇവിടെ ബാഹ്യമായിട്ട് കാണുന്നതായിട്ടുള്ള സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കൂടി ചേർന്നുകൊണ്ട് ഈ ആത്മാവ് എത്ര കാലം വിചാരിക്കുന്നുവോ അത്രയും കാലം ആ ഒരു ശരീരത്തിൽ തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ അത്രയും കാലം ഇയാള് എത്ര കാലം രാജാവായിട്ടിരിക്കുന്നുവോ അത്ര കാലം രാജാവാകുന്നു. അത് കഴിഞ്ഞാൽ അയാൾ ഭൃത്യനാണെന്നുണ്ടെങ്കിൽ ഈ ശരീരം, ആ ശരീരമാണ് അതിൻ്റെ ഉള്ളിൽ ഈ ആത്മതത്വവും അതിൻ്റെ കൂടെ ഉണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. പക്ഷേ എന്നിലും നിന്നിലും സകലത്തിലും ഭാസിക്കുന്നതായ തത്വം ഒന്നാണ് എന്നറിയുമ്പോൾ അവിടെ രാജാവെന്നും ഭൃത്യനെന്നുമുള്ള ഭേദമൊക്കെ ഇല്ലാണ്ടാവുകയാണ്. പക്ഷേ ഈ ശരീരം ഇവിടെ നിലനിൽക്കും. എത്ര കാലം നമ്മുടെ ശരീരം ഇവിടെ ഉണ്ടാവണമെന്ന് ആത്മാവ് കരുതുന്നുവോ അത് പുരാതനമല്ല, പുതിയതുമല്ല, പഴയതുമല്ല, പുതിയതുമല്ല, ഇപ്പോൾ ഉണ്ടായതുമല്ല, നശിക്കുന്നതുമല്ല, ഇങ്ങനെയൊന്നും അല്ലാത്തതായ ആ ആത്മതത്വം എത്ര കാലം ഇവിടെ ഉണ്ടാവണം, ഇതിൻ്റെ ഉള്ളിലുണ്ടാവണം എന്ന് വിചാരിക്കുന്നുവോ അത്ര കാലം ആ ആത്മാവ് ശരീരത്തിനെ ഇവിടെ നിലനിർത്തുക തന്നെ ചെയ്യും. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ പൊടി തട്ടി ശോഭിക്കുന്നതാക്കി കൊണ്ട് നടക്കേണ്ടത് അത് കൊണ്ട് നടക്കുന്നവൻ്റെ ചുമതലയാണ്. അത് തിരിച്ചറിയുന്നവൻ്റെ ചുമതലയാണ്. തിരിച്ചറിയേണ്ടവനും ആ ആള് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ശരീരം എത്ര കാലം ഇവിടെ ഉണ്ടാവുമോ അത്ര കാലം ഇതിൻ്റെ ഉള്ളിൽ, നമ്മൾ ഉദാഹരണം പലരും പറഞ്ഞ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു കുപ്പിയിൽ നിറയെ ഉപ്പുവെള്ളം, കടലിൽ നിന്ന് ഒരു കുപ്പിയിൽ വെള്ളം എടുക്കുക, എന്നിട്ട് ആ കുപ്പിയും കൊണ്ട് കടലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ സഞ്ചരിക്കുക. അപ്പോൾ ആ പുറത്തുള്ള വെള്ളത്തിൻ്റെ രുചി എന്താ? ഉപ്പാണ്, കടൽ വെള്ളം അല്ലേ. അപ്പോൾ ഈ കുപ്പിയുടെ ഉള്ളിലെ വെള്ളത്തിൻ്റെ രുചി എന്താ? അതും ഉപ്പാണ്. എന്താ വ്യത്യാസം? കുപ്പിയിലിരിക്കുന്ന വെള്ളം കടലിൽ നിന്ന് എടുത്ത വെള്ളം തന്നെയാണ്. പിന്നെ എന്താ വ്യത്യാസം? വ്യത്യാസമൊന്നുമില്ല. ചെറിയൊരു രൂപം കൊണ്ട് അതിനൊരു മറവുണ്ടാക്കിയിട്ടുണ്ട്. പുറത്തുള്ള വെള്ളത്തിൽ നിന്നൊരു വ്യത്യാസം അകത്തുള്ള വെള്ളത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെയാണ് ഇവിടെയുള്ള ഈ ചൈതന്യം. അത് ഈ ശരീരം എന്ന് പറയുന്ന ചെറിയ ഒരു മറ കൊണ്ട് ഭിന്നിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ ഇവിടെയെല്ലാം നിൽക്കുന്നതായ ഈ തത്വത്തെ, ബ്രഹ്മാത്മ തത്വത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയത് കൊണ്ട്, ഈ ശരീരത്തിൻ്റെ ഉള്ളിലായി നമ്മളെന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ തന്നെ ഉത്സാഹിക്കണം, നമ്മൾ ആ വഴിയിലേക്ക് സഞ്ചരിക്കുക തന്നെ വേണം. എന്നിട്ട് തസ്മാത് ഗുണാഗുണത്വസ്യ, അതുകൊണ്ട് ഗുണഭാവത്തിനും അഗുണഭാവത്തിനും അതുപോലെ പരാവരസ്യ ഉത്കൃഷ്ടഭാവത്തിനും നികൃഷ്ടഭാവത്തിനും ആ മനസ്സിന് ഈ ശരീരം കാരണമായിട്ട് ഭവിക്കുന്നു എന്ന് പറയുന്ന ശ്ലോകം. അതാണ് വളരെ വളച്ചു കെട്ടിയാ പറയണത്. അതായത് ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ മനസ്സ് നിലനിൽക്കുന്നിടത്തോളം ഇത് നല്ലത്, ഇത് ചീത്ത, അത് ഗുണമുള്ളത്, അത് ഉത്കൃഷ്ടമായത്, ഇത് പൊട്ട, അത് ശ്രേഷ്ഠൻ, അവൻ രാജാവ്, ഞാൻ ഭൃത്യൻ എന്നുള്ള വേർതിരിവോട് കൂടിയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് ഈ മനസ്സിവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ ആത്മതത്വം ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതും അതുപോലെ തന്നെ പുറത്തുള്ളതും ഒന്നാണ് എന്ന് തിരിച്ചറിയാത്തത് വരെയുള്ളൂ. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഉപദേശമാണ് രഘുഗണന് ഭരതയോഗീശ്വരൻ കൊടുക്കുന്നത്. അതോടുകൂടിയിട്ട് ഭരതയോഗീശ്വരൻ ഇത്രയും പറയുമ്പോഴാണ് രഘുഗണന് പലതും മനസ്സിലാവുന്നത്. താനെന്ന് പറയുന്നതും ഭരതയോഗീശ്വരൻ എന്ന് പറയുന്നതും മറ്റൊരാളെന്ന് പറയുന്നതും ഒന്നും വേറെയല്ല. അവിടെയാണ് അദ്വൈതം എന്ന് പറഞ്ഞ ആ തത്വം വരുന്നത്. എല്ലാം ഒന്നു തന്നെയാണ് എന്നുള്ള ഒരവസ്ഥ. അതിനെ കൂടുതൽ വിസ്തരിക്കുന്നുണ്ട്. അത് അടുത്ത ദിവസം അടുത്തൊരു സത്രത്തിൽ നമുക്ക് തുടരാം. ഇന്നത്തെ ഈ ഒരു
പ്രഭാഷണം ഞാനിവിടെ സജ്ജനങ്ങളുടെ മുമ്പിൽ, സ്വാമിജിയുടെ മുമ്പിൽ, പരമ ആദരണീയനായിട്ടുള്ള സ്വാമിജിയുടെ മുമ്പിൽ, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സമർപ്പിക്കട്ടെ. വാമം പാദം പ്രസാര്യ ശ്രിതദുരിതഹരം ദക്ഷിണം കുഞ്ചയിത്വാ ജാനുന്യാധായ വാമേതരമിതരഭുജം ശേഷഭോഗേ നിധായ പശ്ചാത്പാണിദ്വയേന പ്രതിഭടശമനേ ശംഖചക്രേ ദധാനോ ദേവോ ഭൂഷാദിയുക്തഃ ത്രിദശപതിനുതഃ പാതു പൂർണ്ണത്രയീശ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു സത്രത്തിൽ വീണ്ടും കാണാം. ശരി.